ഹലോ മക്കളെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ 1 ആണ് കേട്ടോ. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ നമ്മൾ ചാപ്റ്റർ 2, അതേപോലെ ചാപ്റ്റർ 3 മെട്രിസസ്, ചാപ്റ്റർ 4 ഡിറ്റർമിനൻസ്, അതേപോലെ ചാപ്റ്റർ 5 കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് നമ്മൾ ചാപ്റ്റർ 1 തന്നെ നമുക്ക് ഐശ്വര്യത്തോടെ തുടങ്ങാം. ഓക്കെ, അപ്പൊ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ അത്രയാവശ്യം വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ തന്നെയാണ്. അപ്പൊ ഇതിൽ നമുക്ക് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ റെഡി ആണല്ലോ? സോ ഫസ്റ്റ് നമ്മൾ റിലേഷന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്കാണ് സാർ പോകുന്നത് കേട്ടോ. അപ്പൊ മെയിൻ ആയിട്ട് നമുക്കറിയാം റിലേഷൻസിൽ മെയിൻ ആയിട്ട് വരുന്നത് റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് റിലേഷൻ. ഇതാണ് 3 റിലേഷൻസ്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ സാർ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു റിലേഷൻ തന്നിട്ടുണ്ട് അല്ലെ. ഏതിനോ ബേസ് ചെയ്തിട്ടുള്ള റിലേഷനാണ്? ഈ സെറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള റിലേഷനാണ്. സെറ്റ് 1, 2, 3 എന്ന് പറയുന്ന സെറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഈ റിലേഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. റിലേഷനിൽ നമുക്ക് ഓർഡേർഡ് പേഴ്സ് കാണാം. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് റിലേഷൻ തന്ന് ഓർഡേർഡ് പേഴ്സിൽ നിന്ന് നമുക്ക് നോക്കിയിട്ട് നമുക്ക് എന്താണ് അത് റിഫ്ലെക്സീവ് ആണ് എന്ന് തെളിയിക്കണം. അതുപോലെ എന്താണ് നെയ്തർ സിമെട്രിക് നോട്ട് ട്രാൻസിറ്റീവ്, സിമെട്രിക്കും അല്ല ട്രാൻസിറ്റീവ് എല്ലാം തെളിയിക്കണം. സോ എന്താണ് ആദ്യം റിഫ്ലെക്സീവ് എന്നുള്ളൊരു ഇതറിയണ്ടേ? അതായത് എ കോമ എ എന്ന് പറയുന്നത് റിലേഷനിൽ ഉണ്ടെങ്കിൽ, അതായത് ഒരു എലമെന്റ് അതിനോട് തന്നെ എന്തായിരിക്കും റിലേഷൻ ഉണ്ടാവണം. ഇനി ഫോർ എവരി എ ബിലോങ്സ് ടു എന്തായിരിക്കും നമ്മൾ തന്നിട്ടുള്ള സെറ്റില്, നമുക്ക് തന്നിട്ടുള്ള സെറ്റ് ഏതാ? എ എന്ന് പറയുന്ന സെറ്റ് ആണെങ്കിൽ ആ എ എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെന്റ്സിനും അതിനോട് തന്നെ എന്ത് വേണം? റിലേഷൻ വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് റിഫ്ലെക്സീവ് ആണ് എന്ന് പറയാം. ഓക്കെ, അനി സിമെട്രിക്കിന്റെ കണ്ടീഷൻ എന്താ പറയുന്നത്? എ കോമ ബി ബിലോങ്സ് ടു, അതായത് എ കോമ ബി എന്നൊരു ഓർഡേർഡ് പെയർ റിലേഷനിൽ ഉണ്ടെങ്കിൽ എന്താണ് അത്? എ ഈസ് റിലേറ്റഡ് ടു ബി എന്നുള്ള അർത്ഥം. ഇതിന്റെ അർത്ഥം എന്താണ്? എ ഈസ് റിലേറ്റഡ് ടു ബി. അപ്പൊ എന്താണ്? തിരിച്ച് ബിക്ക് എന്ത് വേണം? എനോട് റിലേഷൻ വേണം. എ കോമ ബി റിലേഷൻ ഉണ്ടെങ്കിൽ ഇംപ്ലൈസ് ബി കോമ എ റിലേഷനിൽ ഉണ്ടാവണം. എന്താണ്? ബി കോമ എ റിലേഷൻ ഉണ്ടാവണം. if A is related to B, if കണ്ടീഷൻ ഉണ്ട്, if A is related to B, then എന്താ? B is related to A. ഇതാണ് സിമെട്രിക്കിന്റെ കണ്ടീഷൻ. ഇനി ലാസ്റ്റ് എന്താ? ട്രാൻസിറ്റീവ്. മൂന്നാമത് ട്രാൻസിറ്റീവ്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ if ഈ ഒരു പെയർ ഉണ്ടെങ്കിൽ ആ ഒരു പെയറിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ ഓർഡേർഡ് പെയർസിന് ഒരു പ്രത്യേകത ഉണ്ട്. A കോമ B belongs to R and നോക്കണം, എ കോമ ബി. മക്കളെ, ഈ ബിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വേറൊരു പേര്, ബിന്ന് സ്റ്റാർട്ട് ചെയ്ത വേറൊരു പേര് ഏതാ? ബി കോമ സി. അതെങ്ങനെയാണ് ഇരിക്കേണ്ടത്? എ കോമ ബി ആണ് ഒരു ഓർഡേർഡ് പെയർ എങ്കിൽ ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കണം അടുത്ത ഓർഡേർഡ് പെയർ. അപ്പൊ ബിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ബി കോമ സി. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു ഓർഡേർഡ് പെയർ നമുക്ക് റിലേഷനിൽ കാണാൻ പറ്റിയാൽ നമുക്ക് അവിടെ എന്തുണ്ടായിരിക്കണം? എ കോമ സി റിലേഷനിൽ ഉണ്ടായിരിക്കണം. എന്താണ് ആ റിലേഷൻ? ഈ ഒരു ഓർഡേർഡ് പെയർസിന്റെ പ്രത്യേകത എന്താ? എ കോമ ബി ദെൻ ബിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പേർ ആയിരിക്കണം അല്ലെ, ബി കോമ സി. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ അവസാനത്തെ എ കോമ സി റിലേഷനിൽ ഉണ്ടായിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് ട്രാൻസിറ്റീവ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമുക്കറിയാം ഡെഫിനിഷൻസ് ഒക്കെ ഇപ്പൊ സെറ്റ് ആയല്ലേ. അപ്പൊ റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്, അപ്പൊ ഈ ഡെഫിനിഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ തന്നിട്ടുള്ള റിലേഷൻ എന്താണ്? റിഫ്ലെക്സീവ് ആണ്, പക്ഷെ എന്തെല്ലാം? സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് എല്ലാം തെളിയിക്കണം. അപ്പോ ഈ റിഫ്ലെക്സീവ് ആണ് എന്ന് തെളിയിക്കാൻ പറയുമ്പോൾ നമ്മൾ അവിടെ എന്താ ചെയ്യണം? എല്ലാ എലമെന്റ്സിനും എന്താണ്? എ എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെന്റ്സിനും അതിനോട് തന്നെ റിലേഷൻ വേണം അല്ലെ. അപ്പോ എല്ലാതും നമ്മൾ എന്ത് ചെയ്യണം? അവിടെ എഴുതി വെച്ചിരിക്കണം. ആണെന്ന് കാണിക്കാൻ വേണ്ടി എല്ലാ തരത്തിലും അതെന്ത് ചെയ്യണം? തെളിയിക്കണം. പക്ഷേ ഇവിടെ എല്ലാ എന്ന് കാണിക്കാൻ പറയുന്നുണ്ട്. സിമെട്രിക് അല്ല, അതേപോലെ ട്രാൻസിറ്റീവ് അല്ല. അപ്പൊ എല്ലാ എന്ന് കാണിക്കാൻ ഒരൊറ്റ എക്സാമ്പിൾ നമുക്ക് കാണിച്ചാൽ മതി. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇപ്പൊ എല്ലാ എന്ന് കാണിക്കാനുള്ള ആ ഒരു കൗണ്ടർ എക്സാമ്പിൾ എന്ന് പറയും. ആ ഒരു കൗണ്ടർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റിയാൽ മതി. അപ്പൊ നോക്കാം നമുക്ക് ആദ്യം റിഫ്ലെക്സീവ് ആണെന്ന് തെളിയിക്കാൻ സാർ അപ്പൊ എന്താ ചെയ്യുന്നത്? നോക്ക്, എ എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെന്റ്സിനും അതിനോട് തന്നെ റിലേഷൻ വേണം. വീണ്ടും പറയുന്നു സാറ്, ഒരു എലമെന്റിന് എ കോമ എ ഉണ്ടായ 1 ഉണ്ടായ പോരാട്ടാ. 1 പിന്നെ 2 പിന്നെ 3 എല്ലാം വേണം. എ എന്ന് പറയുന്ന സെറ്റിൽ ഏതൊക്കെ എലമെന്റ് ഉണ്ടോ അതിന്റെ എല്ലാം എന്ത് വേണം? ഇവിടെ വേണം. 1 റിലേറ്റഡ് ആയിരിക്കണം, 2 റിലേറ്റഡ് ആയിരിക്കണം, 3 റിലേറ്റഡ് ആയിരിക്കണം. നമുക്കുണ്ടല്ലോ 1,1 ഉണ്ട്, 2,2 ഉണ്ട്, 3,3 ഉണ്ട്. ഇതെല്ലാം ഇതിലുള്ളത് കൊണ്ട് സാറിന് എന്ത് പറയാം? 1,1, 2,2, 3,3 belongs to R. Therefore R is reflexive എന്ന് സാറിന് കൺക്ലൂഡ് ചെയ്യാം. Therefore R is reflexive എന്ന് സാറിന് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇനി സിമെട്രിക്കിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ സാർ എന്ത് ചെയ്യുന്നു? എ കോമ ബി എന്ന് പറയുന്ന ഒരു ഓർഡേർഡ് പെയർ എടുക്കാണ്. നോക്ക്, എ കോമ ബി എന്ന് പറയുമ്പോൾ 1,2 എന്ന് പറയുന്ന ഒരു ഓർഡേർഡ് പെയർ എടുക്കാം സാറിന് അല്ലെ. 1,2 എന്താണ്? ബിലോങ്സ് ടു ആർ. 1,2 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ റിലേഷൻ ഉണ്ട്. അപ്പൊ തിരിച്ച് എന്ത് വേണം? ശരിക്കും എ കോമ ബി ഉണ്ടെങ്കിൽ ബി കോമ എ വേണം അല്ലെ തിരിച്ച്. അപ്പൊ 1,2 ഉണ്ടെങ്കിൽ തിരിച്ച് എന്ത് വേണം?
2,1 റിലേഷനിൽ വേണം. ഉണ്ടോ? 2,1 റിലേഷനിൽ ഇല്ല. സോ ഇങ്ങനെ എഴുതാം. ബട്ട് 2,1 നോട്ട് ബിലോങ്സ് ടു റിലേഷൻ. 1,2 ഉണ്ട്, 2,1 റിലേഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? റിലേഷൻ ഈസ് നോട്ട് സിമെട്രിക് എന്ന് പറയാം. റിലേഷൻ ഈസ് നോട്ട് സിമെട്രിക് എന്ന് പറയാം. ഇനി എന്താണ് നെക്സ്റ്റ്? നമുക്ക് ട്രാൻസിറ്റീവ് എല്ലാം തെളിയിക്കണം. അപ്പൊ ട്രാൻസിറ്റീവ് എല്ലാം തെളിയിക്കാൻ നമുക്ക് ആദ്യം ഇങ്ങനത്തെ പെയേഴ്സ് ഉണ്ടോ നോക്കണം. നമുക്ക് A, B, പിന്നെ ബിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വേറൊരു പേര്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 1,2 ഉണ്ട്, 2 സ്റ്റാർട്ട് ചെയ്യുന്ന വേറൊരു പേര് ഉണ്ട് 2,3 അല്ലെ. അപ്പൊ നമുക്ക് ഈ ഒരു പേഴ്സ് ഇവിടെ എഴുതാം. 1,2 ബിലോങ്സ് ടു ആർ ആൻഡ് എന്താണ് 2 സ്റ്റാർട്ട് ചെയ്യുന്ന 2,3 ബിലോങ്സ് ടു ആർ. അപ്പൊ ശരിക്കും ആരാ വേണ്ടേ? ആദ്യത്തെ 1ഉം അവസാനത്തെ 3യും റിലേഷനിൽ വേണ്ടേ? നോക്ക്, A, B ഉണ്ട്, ബിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന B, C ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെയും അവസാനത്തെ ആര് വേണം? എയും സിയും റിലേഷനിൽ വേണം. അപ്പൊ ഇവിടെ ഉണ്ടോ എയും സിയും? 1ഉം 3യും റിലേഷനിൽ ഉണ്ടോ? 1ഉം 3യും ഇല്ല അല്ലെ. ബട്ട് 1,3 നോട്ട് ബിലോങ്സ് ടു ആർ. Therefore R is not എന്താണ്? ട്രാൻസിറ്റീവ് എന്ന് പറയാം. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസുകൾ നമ്മൾ എന്താണ് ആണെന്ന് തെളിയിക്കണമെങ്കിൽ എല്ലാ എക്സാമ്പിൾസും അവിടെ ഉണ്ടോ നോക്കണം. ഇവിടെ എഴുതാൻ പറ്റുന്നതുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ എഴുതാൻ പറ്റുന്നത്? കാരണം ഇവിടെ നമുക്ക് സെറ്റ് തന്നിട്ടുണ്ട്. ഐ മീൻ റിലേഷൻ നമുക്ക് റോസ്റ്റർ ഫോമിൽ തന്നതുകൊണ്ട് നമുക്ക് അത് എഴുതാൻ പറ്റുന്നു. അതേപോലെ സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല എന്ന് കാണിക്കാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് സാധിക്കും. പക്ഷെ എല്ലാ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആയിരിക്കോ? നമുക്ക് റോസ്റ്റർ ഫോം തന്നിട്ടുണ്ടാവോ? ഇതെല്ലാമാണ് നമ്മുടെ ഡൗട്ടുകൾ. ഇങ്ങനെ തന്നിട്ടുണ്ടാവില്ല. അപ്പൊ ഇതിലല്ലാത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെ ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. പക്ഷെ ഒരു ക്വസ്റ്റ്യനോട് നമുക്ക് ഈ ഒരു മോഡൽ മക്കളിൽ നമുക്ക് നോട്ട്സ് ചെക്ക് ചെയ്യാം കേട്ടോ. അത് തറാവും. ഓക്കെ, റെഡി ആണല്ലോ? അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻസ് ആർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അതായത് consider the relation R in the set A is equal to set 1, 2, 3 up to 14 വരെ ഉണ്ട്. Defined as R is equal to set x, y such that 3x minus y is equal to 0. Check whether R is reflexive, symmetric or transitive. ഇവിടെ എന്താ പറയുന്നത്? നമ്മളോട് ചെക്ക് ചെയ്യാനാ പറയുന്നത് അല്ലെ. റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ആദ്യം എ എന്ന് പറയുന്ന സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? 1 മുതൽ 14 വരെയുള്ള സെറ്റ് ആണ്. പിന്നെ റിലേഷൻ പറയുന്നത് എന്താ? ഒരു ഓർഡേർഡ് പെയർ ഉണ്ടാവണമെങ്കിൽ 3x minus y equal to 0. എന്താണ് കണ്ടീഷൻ പറയുന്നത്? 3x minus y is equal to 0യിൽ നിന്ന് നമുക്ക് 3x എങ്ങനെ എഴുതാം? y എഴുതി കൂടെ. മൈനസ് y റൈറ്റിലേക്ക് എടുത്താൽ എന്താവും? പോസിറ്റീവ് y ആയി. അപ്പൊ 3x equal to y എന്ന് പറയുന്ന അർത്ഥം എന്താ? എക്സിന് നമ്മൾ ഏത് വാല്യൂ ആണോ കൊടുക്കുന്നത്, y എന്ന് പറയുന്ന അതിന്റെ എന്തായിരിക്കും? 3 ഇരട്ടി ആയിരിക്കും. സാർ ഇപ്പൊ x ഇതിന് 1 കൊടുത്തു കഴിഞ്ഞാൽ y എന്തായിരിക്കും? 3 ആയിരിക്കും. അതായത് 1,3 നമുക്കൊരു ഓർഡേർഡ് പെയർ കിട്ടും. എക്സ് സാറ് ഇതിന് 2 കൊടുക്കണമെങ്കിലോ y എന്ന് പറയുന്നത് 3 into 2 6 വരും അല്ലെ. 2,6 എന്നൊരു പറയുന്ന ഓർഡേർഡ് പെയർ കിട്ടും. എക്സിന് സാറ് 3 എന്ന് കൊടുക്കണമെങ്കിൽ y എന്തായിരിക്കും? 3 into 3 9 ആയിരിക്കും. അപ്പൊ 3,9 എന്ന് പറയുന്ന ഒരു ഓർഡേർഡ് പെയർ കിട്ടും. എക്സിന് 4 ആണെങ്കിൽ y എന്താ? 12 ആയിരിക്കും. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് എടുക്കുന്ന എലമെന്റ്സ് എക്സ് എന്താണോ എടുക്കുന്നത് അതിന്റെ 3 ഇരട്ടി ആയിരിക്കും y എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എടുത്തു പോയപ്പോ 4 വരെ സാർ എടുത്തു. എക്സ് 4 എടുത്തപ്പോ 4ന്റെ 3 ഇരട്ടി 12 അല്ലെ, 12. അപ്പൊ y എന്ന് പറയുന്ന 12, 4,12 വരെ കിട്ടി. ഇനി എക്സ് സാർ 5 ആണ് എടുക്കണമെങ്കിലോ 5 എടുക്കലോ 3 into 5 y എന്താ? 15 വരും. പക്ഷെ 15 നമ്മൾ എ എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടോ? ഇല്ല. അപ്പൊ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഇവിടെ നമുക്ക് ഒരൊറ്റ സെറ്റ് തന്നിട്ടുള്ളൂ. റിലേഷൻ ഇൻ ദ സെറ്റ് എ എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എ എന്ന് പറയുന്ന സെറ്റിൽ റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. വേറൊരു സെറ്റ് നമുക്ക് അവിടെ ഇല്ല. എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് എ എന്ന് പറയുന്ന സെറ്റിലേക്കാണ് റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലെ ഓർഡേർഡ് പേഴ്സുകൾ എഴുതുമ്പോൾ എക്സും വൈയും എവിടെ തന്നെ ആയിരിക്കണം? എയിൽ നിന്നായിരിക്കണം. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ 5 എടുക്കുമ്പോൾ y 15 ആണ് വരുന്നത്. 15 എയിൽ ഉണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് സാറിന് എടുക്കാൻ പറ്റില്ല. സോ ഇതിൽ ഓർഡേർഡ് പേഴ്സ് ഏതൊക്കെ വരും നമുക്ക് നോക്കിയാലോ. ഏതൊക്കെ ആയിരിക്കും മക്കളെ? R is equal to set 1,3. 1 എടുത്താൽ 1ന്റെ 3 ഇരട്ടി, 2 എടുത്താൽ 2ന്റെ 3 ഇരട്ടി 6, 3 എടുത്താൽ 3ന്റെ 3 ഇരട്ടി 9, 4 എടുത്താൽ 4ന്റെ 3 ഇരട്ടി 12, 5 എടുത്താൽ 5ന്റെ 3 ഇരട്ടി 15. പക്ഷെ ഇതിൽ വരില്ല, കാരണം സാർ പറഞ്ഞു. ഓക്കെ ആണല്ലോ? യെസ്. ഇനി ചെക്ക് വെദർ R is reflexive, symmetric or transitive. വളരെ സിമ്പിൾ ആയിട്ട് മക്കൾക്ക് പറയാം. കാരണം നമുക്കറിയാം റിഫ്ലെക്സീവ് ആവണമെങ്കിൽ എന്താ കണ്ടീഷൻ? ഒരു എലമെന്റ് അതിനോട് തന്നെ റിലേറ്റഡ് ആയിരിക്കണം. ഏത്? ഇതിലുള്ള എല്ലാ എലമെന്റ്സും അല്ലെ, 1 മുതൽ 14 വരെയുള്ള എലമെന്റ്സും അതിനോട് തന്നെ ശരിക്കും റിലേഷൻ ആയിരിക്കണം. 1,1 പോലും ഇല്ല അല്ലെ. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാം അത് റിഫ്ലെക്സീവ് അല്ല എന്ന് അല്ലെ. അപ്പൊ അതിനൊരു എക്സാമ്പിൾ സാർ കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. നോക്കിയടാ, 1,1 നോട്ട് ബിലോങ്സ് ടു ആർ അല്ലെ. 1,1 റിലേഷൻ ഇല്ല. അപ്പൊ തന്നെ നമുക്ക് പറയാം എന്താണ്? therefore relation is not reflexive. റിലേഷൻ എന്തല്ല? റിഫ്ലെക്സീവ് അല്ല. ഈ സിമെട്രിക്കിന്റെ കേസിലോ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് ഇവിടെ നമുക്ക് 1,3 എന്ന് പറയുന്ന ഒരു ഓർഡേർഡ് പെയർ ഉണ്ട്. അതായത് A, B ഉണ്ട്. A, B ഉണ്ടെങ്കിൽ എന്ത് വേണം? B, A വേണം അല്ലെ. പക്ഷെ 1,3 ഉണ്ട്. പക്ഷെ നമുക്ക് എന്തില്ല? 3,1 അവിടെ ഉണ്ടോ? 3,1 ഇല്ല. ബട്ട്
3,1 റിലേഷനിൽ ഇല്ല. അത് എഴുതി വെച്ചുകൊണ്ട് സാറിന് എന്ത് പറയാം, റിലേഷൻ ഈസ് നോട്ട് സിമെട്രിക് എന്ന് പറയാം. ഇനി ട്രാൻസിന്റെ കേസിൽ സാർ വേണമെങ്കിലോ ഇങ്ങനെ ഒരു ഓർഡേഡ് പെയർ നമുക്ക് അവിടെ ഉണ്ടോ നോക്കണം അല്ലെ. A, B, B എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന B, C അങ്ങനെ ഓർഡേഡ് പെയർ ഉണ്ടോ? 1, 3 സ്റ്റാർട്ട് ചെയ്യുന്ന 3,9. യെസ്, അങ്ങനെ ഒരു ഓർഡേഡ് പെയർ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ അത് സാർ എടുത്ത് എഴുതാണ് 1, 3 ബിലോങ്സ് ടു R ആൻഡ് 3,9 ബിലോങ്സ് ടു R. അങ്ങനെയാണെങ്കിൽ ഇത് ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ എന്ത് വേണം, ആദ്യത്തെയും അവസാനത്തെയും അല്ലെ A, C റിലേഷനിൽ വേണം. അതായത് ഇവിടുത്തെ 1,9 റിലേഷനിൽ വേണം. ഉണ്ടോ? റിലേഷനിൽ ഇല്ല. സോ ബട്ട് അപ്പൊ എങ്ങനെ എഴുതാം സാറിന്, ബട്ട് 1,9 നോട്ട് ബിലോങ്സ് ടു റിലേഷൻ, ദർഫോർ R is not transitive എന്ന് എഴുതി സാറിന് കൺക്ലൂഡ് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ്, ഇത് റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക്കും അല്ല, ട്രാൻസിറ്റീവും അല്ല. ഓക്കെ ആണല്ലോ. യെസ്, അപ്പോ ഇതും നമുക്ക് എന്താണ്, നമുക്ക് റിലേഷൻ എഴുതി വെച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് എക്സാമ്പിൾ എഴുതിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവ് ആണോ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാ ക്വസ്റ്റ്യൻസും ഇതേപോലെ ആയിരിക്കില്ല. നമുക്ക് ജനറൽ ആയിട്ട് പ്രൂവ് ചെയ്യേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസുകളൊക്കെ ഉണ്ടാകും. ഓക്കെ, അപ്പൊ അത്തരം ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് നമുക്ക് നോക്കാം. അതിലൊരു ക്വസ്റ്റ്യൻ ആണ് സാർ ഇപ്പോ സ്ക്രീനിൽ കാണിക്കുന്നത്. ഷോ ദാറ്റ് the relation R in R defined as, ഈ R in R എന്ന് പറയുമ്പോൾ ഇത് റിലേഷന്റെ R ആണ്. ഇൻ ആർ എന്ന് പറയുമ്പോൾ എന്താ, ഇത് റിയൽ നമ്പേഴ്സിന്റെ R ആണ്, റിയൽ നമ്പേഴ്സിന്റെ കേട്ടോ. ഡിഫൈൻഡ് ആസ് R is equal to A, B such that A less than or equal to B. അപ്പോ ഇത് റിയൽ നമ്പേഴ്സിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരിക്കലും ഇതിന്റെ സെറ്റ് എടുത്ത് എഴുതി റോസ്റ്റർ ഫോമിൽ എഴുതിക്കൊണ്ട് നമുക്കത് എക്സാമ്പിൾ എടുത്തുകൊണ്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ജനറൽ ആയിട്ട് നമുക്ക് ഇത് പ്രൂവ് ചെയ്യാൻ അറിയണം. ഓക്കെ, എന്താ നമ്മൾ റിലേഷൻ പറയുന്നത്, A, B such that ആദ്യത്തെ ആള് രണ്ടാമത്തിനേക്കാൾ ചെറുതോ അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം അല്ലെ. A less than or equal to B is reflexive and transitive. അത് റിഫ്ലെക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. പക്ഷേ അതെന്തല്ല, സിമെട്രിക് അല്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പൊ എല്ലാ എന്ന് പറയാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി മക്കളെ, എല്ലാ എന്ന് പറയാൻ അവിടെ നമുക്ക് എക്സാമ്പിൾ എടുത്ത് കൊടുത്താൽ മതി. പക്ഷേ ഇവിടെ ആണ് എന്ന് പറയാൻ നോക്കടാ, റിഫ്ലെക്സീവ് ആണെന്ന് തെളിയിക്കണം, ട്രാൻസിറ്റീവ് ആണെന്ന് തെളിയിക്കണം. അവിടെ പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ജനറൽ ആയിട്ട് നമ്മൾ പ്രൂവ് ചെയ്യണം. എങ്ങനെയാണ് അപ്പൊ ജനറൽ ആയിട്ട് പ്രൂവ് ചെയ്യാൻ പോവുക, എങ്ങനെയാണ് ജനറൽ ആയിട്ട് പ്രൂവ് ചെയ്യുന്നത് എന്നാണ് സാറ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, വളരെ സിമ്പിൾ ആണ്. അതായത് നമ്മൾ ജനറൽ ആയിട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട 2 കണ്ടീഷൻസ് ഉണ്ട്. അതായത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് ഇതിന് കിട്ടിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ A, B എന്ന് പറയുന്ന ഒരു ഓർഡേഡ് പെയർ റിലേഷനിൽ ഉണ്ടാവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ പറയുന്നത്, A എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു B ആയിരിക്കണം. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത്. A, B റിലേഷൻ ഉണ്ടാവണമെങ്കിൽ എന്താ അർത്ഥം, അല്ലെങ്കിൽ എന്താണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്, A എന്ന് പറയുന്നത് ആദ്യത്തെ ആള് ബിനേക്കാൾ ചെറുതോ അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം. ഇനി തിരിച്ച് നമുക്ക് എങ്ങനെ പറയാം, ഇങ്ങനെ ഒരു കണ്ടീഷനിൽ നമ്മൾ എത്തി അല്ലെ, A എന്ന് പറയുന്നത് ചെറുതാണ് അല്ലെങ്കിൽ ഈക്വൽ ആണ് എന്നുള്ള ഒരു കണ്ടീഷൻ, A ലെസ് ദാൻ ഓർ ഈക്വൽ ടു B ഇംപ്ലൈസ്, അങ്ങനെയാണെങ്കിൽ A, B റിലേഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയാം അല്ലെ. A, B എന്തുണ്ട്, റിലേഷൻ ഉണ്ട് എന്ന് പറയാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് റിഫ്ലെക്സീവ് ആണ് എന്ന് തെളിയിക്കണമെങ്കിൽ നമുക്കറിയാം A, Bയുടെ സ്ഥാനത്ത് A, A തന്നെ വരണം അല്ലെ. എക്ക് അതിനോട് തന്നെ റിലേഷൻ ഉണ്ടെന്ന് പറയണം. അതായത് A, B എന്ന് പറയുന്ന സ്ഥാനത്ത് A, A തന്നെ വരണം. അപ്പൊ നമ്മൾ എങ്ങനെയാ അത് വരുത്താൻ നോക്കാം, ഇവിടെ കേട്ടോ, ഇവിടെ ബിയുടെ സ്ഥാനത്ത് A വരുത്താൻ പറ്റുമോ, A ലെസ് ദാൻ ഓർ ഈക്വൽ ടു A എന്ന് എഴുതാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ എന്താ, A, A റിലേഷൻ ഉണ്ടെന്ന് നമുക്കറിയാം. A ലെസ് ദാൻ ഓർ ഈക്വൽ ടു B ആവുമ്പോ A, B റിലേഷൻ ഉണ്ടല്ലോ, എയും ബിയും റിലേഷനിൽ ഉണ്ടല്ലോ. അപ്പൊ ഈ ബിയുടെ സ്ഥാനത്ത് A എഴുതാൻ പറ്റുമോ എന്നാണ് മക്കളെ നോക്കേണ്ടത്. ആ കണ്ടീഷൻ ശരിയാണോ എന്ന് നോക്കാം. ശരിയാണ്, എന്താണ് ഡൗട്ട്, വി നോ A ലെസ് ദാൻ ഓർ ഈക്വൽ ടു A. എടാ, ഒരാള് അതിനോട് തന്നെ ഈക്വൽ ആയിരിക്കത്തില്ലേ, ഇവിടെ ഈക്വൽ എന്നുള്ള ഒരു സിമ്പിൾ ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ് ഇത് ശരിയായിട്ടുള്ളത്. അല്ലാതെ ഒരിക്കലും A ലെസ് ദാൻ A എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഇത് തെറ്റാ. പക്ഷേ A ലെസ് ദാൻ ഓർ ഈക്വൽ ടു A എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ഒരു സംഖ്യ അതിനോട് തന്നെ എന്തായിരിക്കും, ഈക്വൽ അല്ലെങ്കിൽ ലെസ് ദാൻ എന്നുള്ള കണ്ടീഷൻ നമുക്ക് ശരിയാണെന്ന് പറയാൻ പറ്റും, കാരണം ഇവിടെ ഈക്വൽ ഉള്ളത് കൊണ്ട്. ഓക്കെ അല്ലേ. അപ്പൊ വി നോ A ലെസ് ദാൻ ഓർ ഈക്വൽ ടു A. അപ്പൊ A ലെസ് ദാൻ ഓർ ഈക്വൽ ടു B ആയ എയും ബിയും റിലേഷനിൽ ഉണ്ടെന്നാണ് നമ്മൾ പറയാം അല്ലെ. A, B റിലേഷൻ ഉണ്ടെന്ന് പറയാം. A ലെസ് ദാൻ ഓർ ഈക്വൽ ടു A എന്ന് പറയുമ്പോൾ എന്ത് പറയാം, നമുക്ക് A, A റിലേഷൻ ഉണ്ട് എന്ന് പറയാം. ഫോർ എവറി A ബിലോങ്സ് ടു റിയൽ നമ്പർ, നമുക്ക് തന്നിട്ടുള്ള സെറ്റിലെ എല്ലാ എകൾക്കും അതിനോട് തന്നെ റിലേഷൻ ഉണ്ടെന്ന് നമുക്ക് ജനറലി ഈ ഒരു സ്റ്റേറ്റ്മെന്റോടെ പറയാൻ പറ്റും. ഈ ഒരു സ്റ്റേറ്റ്മെന്റിനാണ് അവിടെ മാർക്ക്. അത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് പറയാം, റിലേഷൻ ഈസ് റിഫ്ലെക്സീവ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ എഴുതാൻ പറ്റുന്ന സാർ പറഞ്ഞ 2 കണ്ടീഷൻ മക്കളോട് എഴുതി വെക്കാം. അതിൽ റിഫ്ലെക്സീവ് ആണെന്ന് തെളിയിക്കാൻ മക്കൾ ബിയുടെ സ്ഥാനത്ത്
എ കൊടുത്തിട്ട് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടോ എന്ന് നോക്കാം. സാറ്റിസ്ഫൈഡ് ആവും കേട്ടോ. റിഫ്ലെക്സീവ് ആണെന്ന് തെളിയിക്കാൻ പറയുമ്പോൾ സാറ്റിസ്ഫൈഡ് ആവും. മക്കൾ അതൊന്ന് എഴുതി വെച്ചാൽ മതി. വി നോ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാം, എ കോമ എ റിലേഷനിലുണ്ട് ഫോർ എവറി എ ബിലോങ്സ് ടു നമുക്ക് തന്നിട്ടുള്ള സെറ്റ് എഴുതി വെക്കാം. അതാണ് ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. therefore R is reflexive നമുക്ക് എഴുതാം. ഇനി ഇതേപോലെ നമുക്ക് സിമെട്രിക് ആണ്, സിമെട്രിക് അല്ല എന്നാണ് കാണിക്കേണ്ടത് അല്ലെ, സിമെട്രിക് അല്ല എന്നാണ് കാണിക്കേണ്ടത്. സോ സിമെട്രിക്കിന്റെ കേസ് നോക്കിയാൽ നോട്ട് സിമെട്രിക്. അപ്പൊ എല്ലാം കാണിക്കാൻ എന്ത് ചെയ്താൽ മതി, ഭയങ്കര സിമ്പിൾ ആണ്. ചെറിയൊരു എക്സാമ്പിൾ എടുത്താൽ മതി. അപ്പൊ സാർ എന്ത് ചെയ്യുന്നു, ഒരു ഓർഡേർഡ് പെയർ നമുക്ക് എടുത്താലോ, 1,2 എടുത്താലോ. 1,2 എടുക്കണം സാർ. 1,2 റിലേഷൻ ഉണ്ടെന്ന് എടുക്കണം. റിലേഷൻ ഉണ്ടാവില്ലേ, കാരണം മക്കളെ 1,2 റിലേഷൻ ആവണമെങ്കിൽ 1 ലെസ് ദാൻ എന്തായിരിക്കണം, 2 ആയിരിക്കണം. 1 ലെസ് ദാൻ ഈക്വൽ ടു 2 കറക്റ്റ് അല്ലേ. 1 എന്ന് പറയുന്നത് 2നേക്കാൾ ചെറുതാണ്. അതുകൊണ്ട് നമുക്ക് 1,2 റിലേഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1,2 റിലേഷൻ ഉണ്ട്, നമുക്ക് 2,1 റിലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് സിമെട്രിക് ആണെന്ന് പറയാം. നമുക്കതല്ല എന്നാണ് തെളിയിക്കേണ്ടത് അല്ലെ. 2,1 റിലേഷൻ അപ്പൊ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നോക്കി നമുക്ക് ജസ്റ്റ് നോക്കാം. 1,2 ഉണ്ട്, 1 ലെസ് ദാൻ ഈക്വൽ ടു 1. 2,1 എന്ന് പറയുമ്പോൾ 2 ലെസ് ദാൻ ഈക്വൽ ടു 1 ആയിരിക്കണം. 2 എന്ന് പറയുന്ന 1നേക്കാൾ ചെറുതാണോ, അല്ല. അപ്പൊ ഈ 2,1 റിലേഷൻ ഉണ്ടാവോ, ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം, 1,2 റിലേഷൻ ഉണ്ട്, പക്ഷെ എന്തില്ല, 2,1 എവിടെ ഇല്ല, റിലേഷനിലില്ല. എങ്ങനെ എഴുതാ, 1,2 റിലേഷൻ ഉണ്ട്, ബട്ട് 2,1 നോട്ട് ബിലോങ്സ് ടു. ഇവിടെ നമ്മൾ എങ്ങനെ എഴുതാ, നോട്ട് ബിലോങ്സ് ടു എന്നിട്ടിട്ട് വിട്ടിട്ട് കൊടുക്കുക കേട്ടോ. 1,2 റിലേഷൻ ഉണ്ട്, പക്ഷെ എന്താണ്, 2,1 റിലേഷനിലില്ല. സോ അതുകൊണ്ട് ഇതെന്തല്ല, റിഫ്ലെക്സീവ് അല്ല. 2,1 നോട്ട് ബിലോങ്സ് ടു റിലേഷൻ, therefore it is not symmetric എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി ട്രാൻസിറ്റീവ് ആണ് എന്നാണ് തെളിയിക്കേണ്ടത് അല്ലെ. സോ അവിടെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, ജനറൽ മെത്തേഡ് ആണ് സ്വീകരിക്കേണ്ടത്. അപ്പൊ ജനറൽ മെത്തേഡ് എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത്, എ കോമ ബി റിലേഷനിലുണ്ട്, അതേപോലെ ബി കോമ സി റിലേഷനിലുണ്ട്. എന്തുകൊണ്ട് ഇത് ആദ്യമേ ഇങ്ങനെ എടുത്തത് സാറ്, കാരണം നമ്മൾ ട്രാൻസിറ്റീവില് നമ്മൾ എടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ രണ്ട് ഓർഡേർഡ് പെയർസ് നമ്മൾ ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് വേണം, എയും സിയും അതിലുണ്ടെന്ന് നമുക്ക് കാണിക്കാൻ പറ്റണം. ഓക്കെ, ഓർഡേർഡ് പെയർസിന്റെ പ്രത്യേകത കണ്ട, എ കോമ ബി ആണെങ്കിൽ ബിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പേരായിരിക്കണം ബി കോമ സി. എടാ ഇവർ രണ്ടുപേരും നമ്മൾ അതിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ആര് വേണം, ആദ്യത്തെ അവസാനത്തെ ആൾ അവിടെ ഉണ്ടാവണം അല്ലെ. അങ്ങനെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ട്രാൻസിറ്റീവ് എന്ന് പറയാൻ പറ്റൂ. അപ്പൊ ട്രാൻസിറ്റീവ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് സാർ ഈ രണ്ട് പെയേഴ്സ് എടുത്തേക്കാണ് കേട്ടോ. ഇനി ഇതിന്റെ അർത്ഥങ്ങൾ സാർ ഇവിടെ എഴുതി വെക്കും. അപ്പൊ ഈ അർത്ഥങ്ങൾ എന്ന് പറയുമ്പോൾ എ കോമ ബിയുടെ മീനിങ് എന്താ, എപ്പോഴാണ് എ കോമ ബി എന്ന് പറയുന്ന റിലേഷൻ ഉണ്ടാവുന്നത്, ആദ്യത്തെ ആള് രണ്ടാമത്തെ ആളിനേക്കാൾ ചെറുതോ ഈക്വൽ ആവുമ്പോൾ അല്ലെ, എ ലെസ് ദാൻ ഈക്വൽ ടു ബി. ഇനി അപ്പൊ അങ്ങനെയാണെങ്കിൽ ബി കോമ സി എപ്പോഴാ റിലേഷൻ ഉണ്ട് നമുക്ക് പറയാൻ പറ്റുക, ബി കോമ സി. ബി എന്ന് പറയുന്നത് എന്തായിരിക്കണം, ബി കോമ സി റിലേഷൻ ഉണ്ട്. അതിന്റെ അർത്ഥം ബി കോമ സി റിലേഷൻ ഉണ്ട്, അതിന്റെ അർത്ഥം എന്താ, ഇംപ്ലൈസ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കണം, സിനേക്കാൾ ചെറുതോ ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ഈ രണ്ടിന്റെയും മീനിങ് സാർ ഇവിടെ എഴുതാണ്. ഇംപ്ലൈസ് എന്ത് എഴുതാം സാറിന്, എ കോമ ബി ബിലോങ്സ് ടു അതിന്റെ അർത്ഥം എ ലെസ് ദാൻ ഈക്വൽ ടു ബി, ആൻഡ് ബി കോമ സി ബിലോങ്സ് ടു അർത്ഥം ബി ലെസ് ദാൻ ഈക്വൽ ടു സി. ഓക്കെ ആണല്ലോ. ദെൻ എ ലെസ് ദാൻ ഈക്വൽ ടു ബി, ബിനേക്കാൾ ചെറുതാണ് എ. ഓക്കെ, യെസ്. അല്ലെങ്കിൽ എനേക്കാൾ വലുതാണ് ബി, ഈ ബിനേക്കാൾ വലുതാണ് സി. എന്ത് വന്നു കഴിഞ്ഞാലും ഈ എ എന്ന് പറയുന്ന അപ്പൊ എന്തായിരിക്കും, സിനേക്കാൾ ചെറുതായിരിക്കും. കാരണം എന്താണ് എനിക്ക് അങ്ങനെ മനസ്സിലാവാനുള്ള കാരണം ഇത്രേ ഉള്ളൂ, ബിനേക്കാൾ ചെറുതായിട്ടുള്ള എ, ബി അപ്പ എനേക്കാൾ വലുതല്ലേ, അതേ ബിനേക്കാൾ വലുതാണ് സി. അപ്പൊ എന്ത് വന്നാലും എ എന്തായിരിക്കും മക്കളെ, സിനേക്കാൾ ചെറുതായിരിക്കൂലേ. അപ്പൊ സാറിന് ഇതിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിൽ സാറിന് എ ലെസ് ദാൻ ഈക്വൽ ടു സി എഴുതി കൂടെ, ഇംപ്ലൈസ് എ ലെസ് ദാൻ ഈക്വൽ ടു സി. അപ്പൊ സാറിന് ഇപ്പൊ കിട്ടിയ ആൻസർ നോക്ക്, എ ലെസ് ദാൻ ഈക്വൽ ടു ബി എന്ന് വെച്ചാൽ എ കോമ ബി ബിലോങ്സ് ടു റിലേഷൻ അല്ലെ. എ കോമ ബി, എ ലെസ് ദാൻ ഈക്വൽ ടു ബി എന്ന് വെച്ചാൽ എയും ബിയും കോമ ഇട്ടിട്ട് റിലേഷനിലുണ്ട്. എ ലെസ് ദാൻ ഈക്വൽ ടു സി എന്ന് വെച്ചാൽ എന്തായിരിക്കും, എ കോമ സി എന്ന് എഴുതി കൂടെ സാറിന് എയും സിയും കോമ ഇട്ട് ഓർഡേർഡ് പെയർ ആക്കിയിട്ട് സാറിന് എഴുതാം, എ കോമ സി ബിലോങ്സ് ടു റിലേഷൻ. അപ്പൊ therefore നമുക്ക് എന്ത് കിട്ടി, റിലേഷൻ ഈസ് ട്രാൻസിറ്റീവ് എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എ കോമ ബി ഉണ്ട്, ബിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബി കോമ സി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ അവസാനത്തെയും എ കോമ സിയും റിലേഷൻ ഉണ്ട് എന്ന് തെളിയിച്ചപ്പോ therefore സാർ എന്ത് പറയാം, റിലേഷൻ ഈസ് ട്രാൻസിറ്റീവ് എന്ന് പറയാം. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് റിഫ്ലെക്സീവും ട്രാൻസിറ്റീവും നമുക്ക് എന്താണ് ജനറൽ മെത്തേഡ് തന്നെ സ്വീകരിക്കേണ്ടതെന്ന്, പക്ഷെ സിമെട്രിക് അല്ല എന്ന് കാണിക്കാനായതുകൊണ്ട് നമുക്ക് ഇവിടെ എന്താണ്, അത് ഒരു ചെറിയ എക്സാമ്പിൾ എടുത്തുകൊണ്ട് തെളിയിച്ചാൽ മതിയായി അല്ലെ. ഓക്കെ, ഇനി നമുക്ക് ഇതേപോലെ ജനറൽ ആയിട്ട് ചോദിക്കുന്ന ഒരു വേറൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നമുക്ക് അതൊന്ന് സെറ്റ് ആവാം. അതായത് ഈ ജനറൽ മെത്തേഡിൽ നമ്മൾ
ശരിക്കും പറഞ്ഞാൽ റിഫ്ലെക്സീവും ട്രാൻസിറ്റീവും സിമെട്രിക്കും ആണ് എന്ന് തെളിയിക്കാൻ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് അത് ആ ഒരു തരുന്ന ക്വസ്റ്റ്യൻസ് റിഫ്ലെക്സീവ് ആയിരിക്കും, സിമെട്രിക് ആയിരിക്കും, ട്രാൻസിറ്റീവ് ആയിരിക്കും. ഇത് മൂന്നും ആയിരിക്കും. അപ്പോ അവിടെ നമുക്ക് പറയുന്ന ഈ നമ്മുടെ ഇതുണ്ടല്ലോ സെറ്റ്സ് ഉണ്ടല്ലോ, അതെന്തായിരിക്കും? ഇൻഡിജേഴ്സോ അതേപോലെ തന്നെ ഈ റിയൽ നമ്പേഴ്സോ അങ്ങനത്തെ നമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ ഈ നമ്പേഴ്സിൽ നമുക്ക് ഒരിക്കലും നമുക്ക് അതിന്റെ സെറ്റ് ബിൽഡർ ഫോം ചെയ്താനൊന്നും പറ്റില്ല. ഐ മീൻ റോസ്റ്റർ ഫോം ചെയ്താൻ നമുക്ക് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ റിലേഷൻസ് നമുക്ക് എന്താണ് ചെയ്യേണ്ടി വരും മക്കളെ? നമുക്ക് ഈ ഒരു ജനറൽ മെത്തേഡ് തന്നെ സ്വീകരിക്കേണ്ടി വരും. അപ്പൊ ആ ഒരു മെത്തേഡിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടി നമ്മൾ ചെയ്ത് തരാവും. പിന്നെ അതിനു മുമ്പ് സാർ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് എന്താണ്? ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ് അല്ലെ? ഇത് മൂന്നുമാണെങ്കിൽ അത്തരം റിലേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? അത്തരം റിലേഷൻ വിളിക്കുന്ന പേരാണ് ഇക്വിവാലൻസ് റിലേഷൻ. എന്താണ്? ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. ഇത് മൂന്നും ആണെങ്കിൽ നമുക്ക് അത്തരം റിലേഷൻ എന്ത് വിളിക്കാം? ഇക്വിവാലൻസ് റിലേഷൻ എന്ന് വിളിക്കാം കേട്ടോ. മനസ്സിൽ വെക്കുക. ഒന്നുമില്ല, അപ്പൊ ഇക്വിവാലൻസ് റിലേഷൻ ആയിരിക്കും അവർ ഷോ ദാറ്റ് ചെയ്യാൻ പറയാം. അപ്പൊ ഇക്വിവാലൻസ് റിലേഷൻ ആണെന്ന് ഷോ ദാറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മക്കൾ എന്ത് ചെയ്യണം? അത് റിഫ്ലെക്സീവ് ആണെന്ന് തെളിയിക്കണം, സിമെട്രിക് ആണെന്ന് തെളിയിക്കണം, പിന്നെ അതേപോലെ ട്രാൻസിറ്റീവ് ആണെന്ന് തെളിയിക്കണം കേട്ടോ. ഇത് മൂന്നും ആയാൽ മാത്രമാണ് ഒരു റിലേഷൻ എന്താവുള്ളൂ? ഇക്വിവാലൻസ് റിലേഷൻ ആവുന്നേ. സോ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്താലോ? യെസ്, അപ്പൊ റെഡി ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻസ് ആണ്. എങ്ങനെയാണ് ചോദിക്കുന്നത് ശ്രദ്ധിക്കുക. ഷോ ദാറ്റ് the relation R in the set of all integers defined as R is equal to ordered pair x comma y such that x minus y is an integer is an equivalence relation. Okay, അപ്പോ നമുക്ക് തന്നിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇന്റിജേഴ്സിൽ പറയുന്ന റിലേഷൻ ആണ്. അതുപോലെ എക്സ് മൈനസ് വൈ ഇസ് ആൻ ഇന്റിജർ. ഇത് നമുക്ക് ഒരിക്കലും എന്താണ് അതിന്റെ റോസ്റ്റർ ഫോം എഴുതിക്കൊണ്ടൊന്നല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്തെന്നെ ചെയ്യണം? സെറ്റ് ബിൽഡർ ഫോമിൽ ജനറൽ ഫോമിൽ തന്നെ നമ്മൾ അത് എന്ത് ചെയ്യണം കേട്ടോ. അപ്പൊ അതിൽ സാറ് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഒരു കണ്ടീഷൻ തരുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ എഴുതി വെക്കാം. ഏതൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ? ഒന്ന്, എ കോമ ബി എന്ന് പറയുന്നത് റിലേഷനിൽ ഉണ്ടെങ്കിൽ അല്ല റിലേഷനിൽ ഉണ്ടാവണമെങ്കിൽ എന്താണ് ആ എയും ബിയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ കണ്ടീഷൻ എന്ന് പറയുന്നത്? ഇവിടെ ഇപ്പൊ എക്സും വൈയുടെ സ്ഥാനത്ത് അല്ല എക്സ് കോമ വൈ ആയതുകൊണ്ട് സാർ അതേപോലെ എഴുതുന്നുണ്ട് കേട്ടോ. എക്സ് കോമ വൈ, നേരത്തെ എ കോമ ബി ആയിരുന്നു, ഇവിടെ എക്സ് കോമ വൈ. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ മാറാം. ഓക്കെ, അപ്പൊ എക്സ് കോമ വൈ എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ റിലേഷൻ ഉണ്ടാവണമെങ്കിൽ ഉള്ള കണ്ടീഷൻ എന്താ മക്കളെ? എക്സ് മൈനസ് വൈ ഈസ് ആൻ ഇന്റിജർ. എക്സ് മൈനസ് വൈ ഈസ് ആൻ ഇന്റിജർ അല്ലെ? അപ്പൊ ഈ തിരിച്ച് നമുക്ക് എന്ത് പറയാം സാറിന്? എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ഒരു ഇന്റിജർ ആണെങ്കിൽ, എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ഒരു ഇന്റിജർ ആണെങ്കിൽ ഇംപ്ലൈസ് എക്സ് കോമ വൈ എന്ന് പറയുന്നത് റിലേഷനിലുണ്ട് എന്ന് പറയാം. എക്സ് കോമ വൈ എന്ന് പറയുന്നത് റിലേഷനിലുണ്ട് എന്ന് പറയാം. ഓക്കെ, യെസ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അതിൽ നിന്ന് നമുക്ക് കിട്ടിയ കാര്യങ്ങൾ അല്ലെ. നമുക്ക് ഇനി ജനറൽ ആയിട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ അത് സാറ് പറഞ്ഞോളൂ. ഇനി ഇത് എഴുതി വെക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് ഇത് എഴുതി വെക്കുന്നത് നമ്മുടെ മാർക്കിനല്ല, നമുക്ക് മനസ്സിലാവും നമുക്ക് കിട്ടിയ കാര്യങ്ങൾ. ഇപ്പൊ സാറിനായാലും അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് പറഞ്ഞു തരാനും കൂടിയാണ്. അപ്പൊ നമുക്ക് ഈ രണ്ട് കണ്ടീഷനാണ് ഇതിന് കിട്ടിയത് അല്ലെ. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ജനറൽ ആയിട്ട് നമ്മൾ ഇത് പ്രൂവ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിനു മുമ്പ് ഇത് ഇക്വിവാലൻസ് റിലേഷൻ ആണല്ലോ പ്രൂവ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ അത് റിഫ്ലെക്സീവ് ആണെന്ന്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണെന്ന് നമുക്ക് തെളിയിക്കണം. അപ്പൊ സാറ് പറഞ്ഞിട്ടുണ്ട് കുറച്ച് നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ എന്താണ് സാറ് പറഞ്ഞത്? എ കോമ ബി എന്ന് പറയുന്ന ഒരു ഓർഡേർഡ് പെയർ ആയിരുന്നു അല്ലെ. അപ്പൊ എന്താ പറഞ്ഞേ? ആ എനോട് തന്നെ റിലേറ്റഡ് ആണ് അല്ലെ. അതാണ് നമ്മൾ തെളിയിക്കേണ്ടത്. ഇവിടെ എന്തായിരിക്കും? എക്സിനോട് തന്നെ റിലേറ്റഡ് ആണെന്ന് നമുക്ക് തെളിയിക്കണം. അപ്പൊ ഇവിടെ സാർ നേരത്തെ അവിടെ ബിയുടെ സ്ഥാനത്ത് എ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. ഇവിടെ ഇപ്പൊ എന്താ സാർ പറയാ? വൈയുടെ സ്ഥാനത്ത് മക്കള് എക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നോക്കാം. നമുക്ക് നോക്കിയാലോ? എക്സ് മൈനസ് എക്സ് അതൊരു ഇന്റിജർ ആണോ എന്ന് നമുക്ക് നോക്കാം. യെസ്, എക്സ് മൈനസ് എക്സ് ഒരു ഇന്റിജർ ആണ്. കാരണം വി നോ എക്സ് മൈനസ് എക്സ് ഈക്വൽ ടു എന്താ മക്കളെ? 0 അല്ലേ കിട്ടുക. എക്സ് മൈനസ് എക്സ് എന്ന് പറയുന്ന ഒരു 0. എക്സിന്ന് എക്സ് കുറച്ച് എന്താ കിട്ടുക? 1 കുറച്ചാൽ 0 കിട്ടുന്നു അല്ലെ. അതേപോലെ എക്സിന് ആ വാല്യൂ തന്നെ കുറയ്ക്കുമ്പോൾ 0 ആണ് കിട്ടുക. 0 ഒരു ഇന്റിജർ അല്ലേ മക്കളെ? 0 ഒരു ഇന്റിജർ ആണ്. അപ്പൊ സാറിന് എന്ത് കിട്ടി? എക്സ് മൈനസ് എക്സ് ഈസ് ആൻ ഇന്റിജർ എന്ന് കിട്ടി. എക്സ് മൈനസ് വൈ ഈസ് ആൻ ഇന്റിജർ ആണെങ്കിൽ എക്സ് കോമ വൈ റിലേഷൻ ഉണ്ടെന്ന് പറയാം. എക്സ് മൈനസ് എക്സ് ഇന്റിജർ ആണെങ്കിൽ എന്ത് പറയാം സാറിന്? എക്സ് കോമ എക്സ് റിലേഷൻ ഉണ്ട് എന്ന് പറയാം. ഫോർ എവറി എക്സ് ബിലോങ്സ് ടു ഇന്റിജർ. അതായത് നമുക്ക് പറയുന്ന ആ സെറ്റ് നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ടാവണം. ഇനി നമുക്ക് എന്താണ്? ഇത് സിമെട്രിക് ആണ് എന്ന് തെളിയിക്കാം. അപ്പൊ ഇതുകൊണ്ട് റിഫ്ലെക്സീവ് ആയിട്ട് therefore R is reflexive സാറിന് എഴുതാം. ഇനി സിമെട്രിക് ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടി സാർ എന്താ ചെയ്യുന്നത്? ആദ്യം തന്നെ എക്സ് കോമ വൈ എന്ന് പറയുന്ന ഒരു ഓർഡേർഡ് പെയർ റിലേഷൻ ഉണ്ട് അല്ലെ. ഈ ഒരു കണ്ടീഷൻ സാർ അവിടെ എടുത്ത് എഴുതും. അതായത് എക്സ് കോമ വൈ റിലേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? എക്സ് മൈനസ് വൈ ഇസ് ആൻ ഇന്റിജർ.
എന്നിട്ട് സാർ എന്താ പ്രൂവ് ചെയ്യണ്ടേ? എക്സ് കോമ വൈ റിലേഷൻ ഉണ്ടെങ്കിൽ തിരിച്ച് വൈ കോമ എക്സ് റിലേഷൻ ഉണ്ടെന്ന് സാറിന് ഇവിടെ എഴുതി വെക്കാൻ പറ്റണം. അതിന് ജനറലി എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ആദ്യം അത് എഴുതി വെക്കാം. എക്സ് കോമ വൈ ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് എക്സ് മൈനസ് വൈ ഇസ് ആൻ ഇന്റിജർ. അത് സാർ ഇവിടെ എഴുതി വെച്ചു. ഇനി സാറ് ചെയ്യുന്ന കാര്യം നോക്കിയാൽ മക്കളെ, ഈ എക്സും വൈ ഉണ്ടല്ലോ, ഇവരെ നേരെ തിരിക്കാൻ പോവാണ്. അതായത് വൈ മൈനസ് എക്സ് ഇസ് എൻ ഇന്റിജർ നമുക്ക് എഴുതാൻ പറ്റുമോ എന്നാണ് സാർ അവിടെ ചെക്ക് ചെയ്യേണ്ടത്. എക്സ് ഈസ് റിലേറ്റഡ് ടു വൈ, അതായത് എക്സ് മൈനസ് വൈ ഇസ് എൻ ഇന്റിജർ. ഇനി വൈ ഈസ് റിലേറ്റഡ് ടു എക്സ് നമുക്ക് പറയാൻ പറ്റിയാൽ അത് സിമെട്രിക് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവനൊന്ന് തിരിച്ചെഴുതാൻ പറ്റുമോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എടാ തിരിച്ചെഴുതാൻ പറ്റുമോ ഞാൻ ചോദിക്കട്ടെ. എക്സ് എന്ന് പറയുന്നത് ഒരു 5 ആണ്, വൈ എന്ന് പറയുന്നത് ഒരു 3 ആണ്. 5 മൈനസ് 3 ഒരു ഇന്റിജർ അല്ലേ മക്കളെ? 5 മൈനസ് 3 ഒരു ഇന്റിജർ അല്ലേ? കാരണം എന്താ? 5 മൈനസ് 3 ഒരു ഇന്റിജർ അല്ലേ? കാരണം എന്താ? 5 മൈനസ് 3 എന്ന് പറയുന്നത് 2 ആണ് അല്ലെ? അതൊരു ഇന്റിജർ ആയിരിക്കും. ഇനി ഇതേ സംഭവം സാർ തിരിച്ചെഴുതി 3 മൈനസ് 5 എന്ന് എഴുതി, അതും ഒരു ഇന്റിജർ അല്ലേ? 3 മൈനസ് 5 എന്ന് പറയുന്നത് എന്താ? -2 എന്നല്ലേ കിട്ടുന്നു? മൈനസ് വരുന്നല്ലേ ഉള്ളൂ. -2 ഒരു ഇന്റിജർ അല്ലേ? ഇന്റിജർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ് മൈനസ് വൈ ഇസ് ആൻ ഇന്റിജർ ആണെങ്കിൽ നമുക്ക് ഈ വൈയും എക്സും തിരിച്ചെഴുതിയോണ്ട് നമുക്ക് കണ്ടീഷൻ തെറ്റോ? ഇല്ല. ഒന്ന് തിരിച്ചെഴുതിയാലോ നമുക്ക്? y minus x is an integer എന്ന് സാറിന് എഴുതാം അല്ലെ? x, y belongs to r implies. ഇപ്പൊ സാറിന് എന്താണ് കിട്ടാൻ പോകുന്നത് നോക്കിടാം. y minus x ഇന്റിജർ ആണെങ്കിൽ സാറിന് എങ്ങനെ എഴുതാം? x മൈനസ് y is an integer ആണെങ്കിൽ x ഉം y ഉം റിലേഷനിലുണ്ട്. y മൈനസ് x is an integer ആണെങ്കിൽ y ഉം x ഉം റിലേഷനിലുണ്ട് എന്ന് സാറിന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഫോർ എവറി സാർ അവിടെ യൂസ് ചെയ്തിട്ടുള്ള എക്സും വൈ ഒക്കെ എന്താണ്? ബിലോങ്സ് ടു നമ്മുടെ സെറ്റ് ഇന്റിജർ ആണ് കേട്ടോ. അപ്പൊ ഇന്റിജറിന് എഴുതി. അപ്പൊ ഇതാണ് ജനറൽ പ്രൂഫ് എന്ന് പറയുന്നത് കണ്ടോ. എക്സ് കോമ വൈ എടുത്തപ്പോ സാറിന് ജനറലി എഴുതിക്കൊണ്ട് എന്ത് കിട്ടി? തിരിച്ച് വൈ കോമ എക്സ് റിലേഷൻ ഉണ്ടെന്ന് നമ്മൾ ജനറലി എഴുതി വെച്ചു. നമുക്ക് ഈ തന്നിട്ടുള്ള ഡെഫിനിഷൻ യൂസ് ചെയ്തുകൊണ്ട് ജനറലി എഴുതുന്നതിനാണ് നിങ്ങൾക്ക് ഫുൾ മാർക്സ് കിട്ടുക ഇത്തരം ക്വസ്റ്റ്യൻസ്. അതുകൊണ്ടാണ് സാറ് ആ ഒരു മെത്തേഡ് തന്നെ സ്വീകരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ ഈ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ചെയ്യാൻ വേണ്ടിയിട്ട് therefore r is symmetric എന്ന് സാറിന് പറയാം അല്ലെ? ഇനി അടുത്ത എന്താ? ട്രാൻസിറ്റീവ് ആണെന്ന് തെളിയിക്കണം. ഈ ട്രാൻസിറ്റീവ് ആണെന്ന് തെളിയിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? 2 ഓർഡേർഡ് പേഴ്സ് വേണം അവിടെ. ആ 2 ഓർഡേർഡ് പേഴ്സിന്റെ പ്രത്യേകത ആയിരിക്കണം. ഇപ്പൊ എക്സ് കോമ വൈ സാർ എടുത്താൽ ഇനി എന്ത് വേണം? ആൻഡ് വൈയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വേറൊരാൾ വേണം. എ കോമ ബി തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ എഴുതിയത്? എ കോമ ബി ആണെങ്കിൽ ബിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വേറൊരെണ്ണം അല്ലെ? ബി കോമ സി. ഇവിടെയോ എക്സ് കോമ വൈ ആണെങ്കിൽ വൈന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വേറൊരാൾ അല്ലെ? വൈ കോമ സെഡ്. ഇവൻ ഉണ്ടെങ്കിൽ ഇതിന്റെ ഡെഫിനിഷൻ എന്താണ്? ഈ ഡെഫിനിഷൻ യൂസ് ചെയ്തുകൊണ്ട് ആദ്യത്തെ അവസാനത്തെ ആള് നമുക്ക് അതിലുണ്ടെന്ന് പറയാൻ നമുക്ക് പറ്റണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ട എന്ത് കാര്യം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ ഇവിടെ നമുക്ക് ആദ്യം എക്സ് കോമ വൈ എന്ന് പറയുന്നത് റിലേഷനിലുണ്ട്, വൈ കോമ സെഡ് എന്ന് പറയുന്നത് റിലേഷനിലുണ്ട് എന്ന് സാർ എഴുതി വെക്കാൻ പോവാണ്. ഓക്കെ, റെഡി ആണല്ലോ? യെസ്. അപ്പോ എക്സ് കോമ വൈ എന്ന് പറയുന്നത് റിലേഷനിലുണ്ട്. അതേപോലെ നോക്കിയാ വൈ കോമ സെഡ്, വൈന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വൈ കോമ സെഡ് റിലേഷനിലുണ്ടെന്ന് എഴുതി. അതിന്റെ അർത്ഥങ്ങളും സാർ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ അർത്ഥങ്ങൾ എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിച്ചത്? അതിന്റെ ഡെഫിനേഷൻ എക്സ് കോമ വൈ റിലേഷൻ ഉണ്ടെങ്കിൽ എക്സ് മൈനസ് വൈ ഒരു ഇന്റിജർ ആണെന്നല്ലേ പറയുന്നത്. അപ്പൊ വൈ കോമ സെഡ് ഉണ്ടെങ്കിലോ വൈ കോമ സെഡ് റിലേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? വൈ മൈനസ് സെഡ് ഈസ് ആൻ ഇന്റിജർ. എക്സ് മൈനസ് വൈ ആൻഡ് y minus z are integers. അതങ്ങോട്ട് ഒരുമിച്ച് സാർ എഴുതി. x minus y is an integer and y minus z is an integer എന്നുള്ളത് ഒരു സെന്റൻസ് ആക്കി എഴുതിയെന്നുള്ളൂ. x minus y and y minus z are integers. സാർ ഒരു കാര്യം പറയട്ടെ, ഈ x minus y ഒരു ഇന്റിജർ ആണ്, y minus z എന്താ? ഒരു ഇന്റിജർ ആണ്. ഇവർ രണ്ടുപേരും ഒരു ഇന്റിജേഴ്സ് ആണ്. ഇവർക്ക് ഒരു വാല്യൂ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 2 ആണെന്ന് വിചാരിക്കുക, ഇതൊരു 3 ആണെന്ന് വിചാരിക്കുക. ഇവർ ഇന്റിജേഴ്സ് എന്നാണല്ലേ പറയുന്നത്. അപ്പൊ ഇവർക്ക് ഒരു വാല്യൂ ഉണ്ടല്ലോ. ഇത് 2 ആണ്, ഇത് 3 ആണ്. 2ഉം 3ഉം എന്താ? ഇന്റിജേഴ്സ് ആണ്. സാർ ചോദിക്കട്ടെ, ഈ 2ഉം 3ഉം കൂട്ടി കിട്ടുന്ന ഒരു ഇന്റിജർ ആയിരിക്കില്ലേ? 2 + 3 എത്രയാ? 5 അല്ലെ? അതൊരു ഇന്റിജർ അല്ലേ? അപ്പൊ അതുകൊണ്ട് സാറിന് ഈ 2 ഇന്റിജേഴ്സ് ആയിട്ടുള്ള ആളുകളെ കൂട്ടി കിട്ടുന്നതും എന്തായിരിക്കും? ഒരു ഇന്റിജർ ആണെന്ന് സാറിന് പറയാം അല്ലെ? അടുത്ത സ്റ്റെപ്പിൽ സാറിന് അപ്പൊ അതെങ്ങനെ എഴുതാം? x മൈനസ് വൈ പ്ലസ് വൈ മൈനസ് വൈ ഇവർ തമ്മിൽ കൂട്ടിയിട്ട് അതൊരു ഇന്റിജർ ആണെന്ന് പറയാം അല്ലെ? അപ്പൊ ഇവിടെ മൈനസ് വൈയും പ്ലസ് വൈയും ക്യാൻസൽ ആയി പോയിട്ട് സാറിന് എന്ത് കിട്ടും? എക്സ് മൈനസ് സെഡ് ഈസ് ആൻ ഇന്റിജർ എന്ന് കിട്ടും. എക്സ് മൈനസ് സെഡ് ഈസ് ആൻ ഇന്റിജർ എന്ന് കിട്ടും. എടാ നോക്ക്, നമുക്ക് എക്സ് കോമ വൈ എടുത്തു, വൈന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വൈ കോമ സെഡ് എടുത്തു. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടേ? ആദ്യത്തെ അവസാനത്തെ എക്സ് കോമ സെഡ് എന്ന് പറയുന്ന ഒരു ഓർഡർ പെയർ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റണം. ഇപ്പൊ എഴുതാൻ പറ്റില്ലേ? നമുക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നോക്ക്, എക്സ് മൈനസ് വൈ ഇസ് എൻ ഇന്റിജർ ആണെങ്കിൽ എക്സിനെയും വൈനെയും ഓർഡേർഡ് പെയർ ആയിട്ട് റിലേഷൻ എഴുതാം. എക്സ് മൈനസ് സെഡ് ഇസ് എൻ ഇന്റിജർ ആണെങ്കിൽ എക്സിനെയും സെഡിനെയും ഓർഡേർഡ് പെയർ ആയിട്ട് റിലേഷൻ എഴുതിക്കൂടെ? ഫോർ എവരി എക്സ് വൈ സെഡ്. ഇത് നമ്മളിവിടെ യൂസ് ചെയ്ത ആൾക്കാർ എക്സും വൈയും സെഡും ബിലോങ്സ് ടു എന്താ? ഇന്റിജേഴ്സ്. അപ്പൊ നമ്മൾ ജനറൽ ആയിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? ട്രാൻസിറ്റീവ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തത്. therefore r is transitive. സെറ്റ് ആണല്ലോ. ഇനി ലാസ്റ്റ് ഒരു സെന്റൻസും കൂടി എഴുതണം. കാരണം എന്താ മക്കളെ? ഇത് പറയുന്നത് ഒരു ഇക്വിവാലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് അല്ലെ? ഇക്വിവാലൻസ് റിലേഷൻ ആണെങ്കിൽ അത് റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് അത് എന്ത് പറയാം? ഇക്വിവാലൻസ് റിലേഷൻ എന്ന് പറയാം. അപ്പൊ ലാസ്റ്റ് എങ്ങനെ എഴുതും സാർ? സിൻസ് r is reflexive
symmetric and transitive, then it is an equivalence relation. അതൊരു റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആയതുകൊണ്ട് സാർ എന്ത് പറയാം, അതൊരു ഈക്വിവാലൻസ് റിലേഷൻ എന്ന് പറയാം കേട്ടോ. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ മോഡലിൽ 2 divides a minus b എന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. സെയിം പാറ്റേണിൽ നിങ്ങൾ എഴുതി വെച്ച് ഫുൾ മാർക്സ് മേടിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ ഇനി നന്നായിട്ട് എഴുതി പഠിക്കുക. അത് സ്വയമായിട്ട് എഴുതി കിട്ടുന്നുണ്ടോ നമ്മൾ എപ്പോഴും ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ നോക്കണം. അതായത് വേറെ ഒന്നുമില്ല, ജനറലി നമ്മൾ എഴുതുന്ന ഒരു 3-4 സ്റ്റെപ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, അത് സ്വയമായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് നമ്മൾ അനലൈസ് ചെയ്യുക കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റിനേക്ക് പോകാൻ പോണ്. അപ്പൊ ഇവിടുന്ന് സാർ റിലേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് ചർച്ച ചെയ്യിപ്പിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഞാൻ നിർത്താണ്. ഈ ടൈപ്പ് ഓഫ് മോഡൽ ക്വസ്റ്റ്യൻസുകൾ മക്കൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ദെൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ഭാഗം അല്ലെ, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൽ നമുക്ക് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പൊ എന്താണ് ഫംഗ്ഷൻ, എന്താണ് നമ്മുടെ പലതരത്തിലുള്ള ഫംഗ്ഷൻ? ആകെ 2 ഫംഗ്ഷൻസ് ആണ് മക്കൾക്ക് പഠിക്കാനുള്ളൂ അല്ലെ. മെയിൻ ആയിട്ട് ഏതൊക്കെയാണത്? 1-1 ഫംഗ്ഷൻ ആൻഡ് എന്താണ് on-to ഫംഗ്ഷൻ. സോ എന്താണ് 1-1 ഫംഗ്ഷൻ എന്നും എന്താണ് on-to ഫംഗ്ഷൻ എന്നാണ് സാർ പറയാൻ പോകുന്നത് കേട്ടോ. ശ്രദ്ധിക്കുക. 1-1 ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതായത് എയിൽ നിന്ന് ബിയിലോട്ടാണ് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തെന്ന് വിചാരിക്കുക. എന്താണ്? എയിൽ നിന്ന് ബിയിലോട്ടാണ് നമ്മൾ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല്, എന്താണ് 1-1 ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല്, എ എന്ന് പറയുന്ന സെറ്റില എല്ലാ എലമെന്റ്സിനും എന്താണ് വ്യത്യസ്തമായിട്ടുള്ള എന്ത് വേണം, ഇമേജസ് വേണം. ഓക്കെ, സാർ ജസ്റ്റ് ഒന്ന് 1-1 കാണിച്ചു തരാം. 1-1 ഫംഗ്ഷൻ നമ്മൾ എങ്ങനെയാ പറയാ, അതായത് എ എന്ന് പറയുന്ന സെറ്റില എല്ലാ എലമെന്റ്സിനും, ഇപ്പൊ നോക്ക്, എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ബി എന്ന് പറയുന്ന സെറ്റിലേക്കാണ് സാർ റിലേഷൻ ഡിഫൈൻ ചെയ്തത് കേട്ടോ. അപ്പൊ ഇവിടെ 1 2 3 4, ഇവിടെ 5 6 7 8. ഇനി സാർ എന്ത് ചെയ്തു, 1 5 മാർക്ക് ചെയ്തു, 3 6 മാർക്ക് ചെയ്തു, 2 7 മാർക്ക് ചെയ്തു, 4 8 മാർക്ക് ചെയ്തു. ഇതെന്ന് പറയുന്നത് ഒരു 1-1 ഫംഗ്ഷൻ ആണ്. കാരണം എന്താന്ന് വെച്ചാല് ഈ എയിലെ എല്ലാ എലിമെന്റ്സിനും വ്യത്യസ്തമായിട്ടുള്ള ഇമേജസ് ആണുള്ളത്. ഓക്കെ, അതായത് 1-ന് 5 ഇമേജ് ഉണ്ട്, 2-ന് 7 ഉണ്ട്, 3-ക്ക് 6 ഉണ്ട്, 4-ന് 8 ഉണ്ട് അല്ലെ. അതായത് ഇവിടെ നമുക്ക് നോക്കി, ഇപ്പൊ 1-ന് 5 ഉണ്ട്, 5 എന്ന് പറയുന്നത് വേറൊരാൾക്ക് ഇമേജ് ആയിട്ട് വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇത് ഒറ്റ അവന് മാത്രം സ്വന്തമായിട്ടുള്ള ഇമേജ് ആണ്, അത് വ്യത്യസ്തപ്പെട്ട് കിടക്കുന്ന ഒരു ഇമേജ് ആണ് അല്ലെ. 1-ന്റെ ഇമേജ് ആണ് 5, വേറൊരാൾക്കും ഈ 5 ഇമേജ് വന്നിട്ടില്ല. അതിനെയാണ് നമ്മൾ 1-1 ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സാർ എന്ത് ചെയ്യുന്നു, ഈ 4 എന്നുള്ളത് നേരെ വേണമെങ്കിൽ 5-ന്റെ അവിടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇതെന്ത് ഫംഗ്ഷൻ അല്ല, 1-1 ഫംഗ്ഷൻ അല്ല. കാരണം എന്താ, 1-ന്റെ ഇമേജും 5 ആണ്, 4-ന്റെ ഇമേജും 5 ആണ്. ഓക്കെ, അപ്പോ രണ്ടുപേർക്ക് എന്ത് വന്നു, ഒരേ ഇമേജ് വന്നു. അങ്ങനെ വരാൻ പാടില്ല, എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള ഇമേജസ് ആയിരിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് 1-1 ഫംഗ്ഷൻ ആണോ എന്ന് നമ്മൾ നോക്കാൻ വേണ്ടി നമ്മൾ മനസ്സിൽ അതിന്റെ ആക്ച്വൽ ഡെഫിനിഷൻ. ഇനി ഇത് വേറൊരു രീതിയിൽ ഡിഫൈൻ ചെയ്യും. അതായത് ഈ ഇമേജസ് ഉണ്ടല്ലോ, ഈ ഇമേജസിന്റെ സെറ്റിൽ നിന്നുകൊണ്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അതെങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഈ ഇമേജസിന് ഒരൊറ്റ പ്രീ ഇമേജ് ഉള്ളൂ എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവരാം. പ്രീ ഇമേജ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാലോ മക്കളെ, 5-ന്റെ പ്രീ ഇമേജ് ആണ് 1 അല്ലെ, 6-ന്റെ പ്രീ ഇമേജ് ആണ് 3, 7-ന്റെ പ്രീ ഇമേജ് ആണ് 2, 8-ന്റെ പ്രീ ഇമേജ് ഇവിടെ ഇല്ല. ഓക്കെ, അപ്പോ ഇവിടെ ഇമേജസിന്റെ സെറ്റിൽ നിന്ന് ഇമേജസിനെല്ലാം ഒരൊറ്റ പ്രീ ഇമേജ് വരാൻ പാടുള്ളൂ എന്നും കൂടിയും വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പൊ നോക്കിയടാ, 5-ന് ഒറ്റ പ്രീ ഇമേജ് ഉള്ളോ? അല്ല, 5-ന് 2 പ്രീ ഇമേജ് വന്നു അല്ലെ. 5-ന് 1-ഉം പ്രീ ഇമേജ് ഉണ്ട്, 5-ന് 4-ഉം പ്രീ ഇമേജ് ഉണ്ട്. അപ്പൊ അതെന്തല്ല, 1-1 അല്ല. അപ്പോ അങ്ങനെയും നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് നേരെ ഇങ്ങനെ മാർക്ക് ചെയ്താലോ, എല്ലാവർക്കും ഒറ്റ പ്രീ ഇമേജ് ഉള്ളൂ അല്ലെ. മക്കൾക്ക് എങ്ങനെ വേണമെങ്കിലും നോക്കാം. സാർ 2 രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്ന്, ഇവിടെ കിടക്കുന്ന എല്ലാ എലിമെന്റ്സിനും വ്യത്യസ്തമായിട്ടുള്ള ഇമേജസ് ആയിരിക്കണം. അത് നോക്കാനാണ് മക്കൾക്ക് സിമ്പിൾ എങ്കിൽ അങ്ങനെ നോക്കാം. അല്ലെങ്കിൽ എന്താ, ഇവിടെ നിന്ന് ഇമേജസിൽ എന്താ പറയാ, ഇപ്പൊ ഇവിടെ 9 ഉണ്ട്, ഇവനെ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അവനൊരു ഇമേജ് അല്ല. അത് ശ്രദ്ധിക്കണേ, അതൊരു പ്രശ്നമല്ല, അവൻ അവിടെ കിടന്നോട്ടെ. ഇമേജസ് ഉള്ള ഇമേജസ് ഉണ്ടല്ലോ, ആ ഇമേജസിനെല്ലാം ഒറ്റ പ്രീ ഇമേജ് വരാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ 2 ഡെഫിനേഷൻ മനസ്സിൽ വെക്കാം. അപ്പൊ ഇത് എയറോഡയഗ്രാം തന്നു കഴിഞ്ഞാൽ നോക്കാനുള്ള കാര്യമാണ് സാർ പറഞ്ഞത്. പക്ഷേ നമുക്ക് 1-1 ആണ് എന്ന് തെളിയിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ വേണം, മാത്തമാറ്റിക്കലി 1-1 ആണെന്ന് തെളിയിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ മാത്തമാറ്റിക്കലി 1-1 ആണെന്ന് തെളിയിക്കാനുള്ള കാര്യത്തിൽ കിടക്കുന്നതിന് മുമ്പ് എന്താണ് on-to ഫംഗ്ഷൻ എന്ന് കൂടി നമുക്കൊന്ന് പറയാം. ഓക്കെ, on-to ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ മക്കളെ, അതായത് ഇപ്പൊ 2 സെറ്റുകൾ ഉണ്ടെങ്കിൽ 2 സെറ്റുകൾ ഉണ്ട് ഇവിടെ കേട്ടോ. 2 ഉണ്ട്, എന്ന് ബിയിലോട്ടാണ് സാർ ഡിഫൈൻ ചെയ്ത്. ഇവിടെ ഞാൻ 1 2 3 4, ഇവിടെ ഞാൻ 5 6 7 8. ഓക്കെ, 5 6 7. അപ്പൊ ഓക്കെ, 1 5 മാർക്ക് ചെയ്തു, 2 6 മാർക്ക് ചെയ്തു, 3 4 മാർക്ക് ചെയ്തു, 4 7 മാർക്ക് ചെയ്തു. ഞാൻ ആദ്യം മക്കളോട് ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് 1-1 ഫംഗ്ഷൻ ആണോ?
അല്ല. 1 1 ഫംഗ്ഷൻ അല്ല. കാരണം എന്തുകൊണ്ടാ നോക്കടാ, 3ക്ക് 7 ഇമേജ് വന്നു, 4നും 7 ഇമേജ് വന്നു. എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള ഇമേജ് ആണ് വേണ്ടത്. പക്ഷെ അങ്ങനെയാണോ? 1 1 ആണ്ട സാർ ചോദിക്കുന്നത്, വെറുതെ ചോദിച്ചതാണ്. 1 2 എഴുതിയിട്ട് അതിൽ 1 1 ആണോ എന്ന് ചോദിച്ചാണ്. 1 1 അല്ല ഇത്, അല്ലേ? 1 1 അല്ല. അപ്പൊ ഇനി ഇവിടെ നിന്നാണ് നോക്കണമെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കണ്ടോ എല്ലാ ഇമേജസിനും ഒറ്റ പ്രീ ഇമേജ് വരാൻ പാടുള്ളൂ. പക്ഷെ ഇവിടെ നോക്കടാ 7 2 പ്രീ ഇമേജ് വന്നു. 1 1 അല്ല. പക്ഷേ ഓൺ ടു ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സാർ ജസ്റ്റ് ചോദിച്ചാണ് 1 1 അല്ല അല്ലെ? പക്ഷെ ഓൺ ടു ആണോ? ഓൺ ടു എന്താണെന്ന് സാർ പറഞ്ഞിട്ടില്ല. സാർ ചോദിക്കാൻ ഓൺ ടു ആണോ? ഓൺ ടു ആണ്. ഓൺ ടു എന്താണെന്നാണ് സാർ പറയാൻ പോകുന്നത്. അപ്പൊ എന്താണ് ഓൺ ടു ആവാനുള്ള കാരണം? എന്താണ് ഈ ഓൺ ടു ഫംഗ്ഷൻസ് എന്ന് വെച്ചാൽ? ഒന്നില്ല മക്കളെ, വളരെ സിമ്പിൾ ആണ്. അതായത് പറഞ്ഞു തരാനും ഭയങ്കര സിമ്പിൾ ആണ്. നോക്കണം, ഈ ബി എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെന്റ്സിനും എന്ത് വേണം? ഒരു ഇമേജ് എങ്കിലും, സോറി, ഒരു പ്രീ ഇമേജ് എങ്കിലും വേണം. ഈ ബി എന്ന് പറയുന്ന എല്ലാ എലമെന്റ്സിനും, ബി എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെന്റ്സിനും എന്ത് വേണം? ഒരു പ്രീ ഇമേജ് എങ്കിലും വേണം. ഒരു പ്രീ ഇമേജ് എങ്കിലും വേണം. ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് നോക്കിയപ്പോ എല്ലാവർക്കും എന്തുണ്ടടാ? പ്രീ ഇമേജ് ഉണ്ട്. പ്രീ ഇമേജ് ഉണ്ടായാൽ മതി. ഒരാളും ഒറ്റയ്ക്ക് കിടക്കരുത്. ഇപ്പൊ സാറ് ഇവിടെ ഒരു 8 എന്നിട്ട് സാറ് ഇതാണെന്ന് എന്റെ 1 1 ആണോ എന്ന് ചോദിക്കും. ഇത് 1 1 അല്ല, സോറി, ഓൺ ടു ആണോ എന്ന് ചോദിക്കുകയാണ്. ഓൺ ടൂം അല്ല. കാരണം എന്താ? 8ന് പ്രീ ഇമേജ് ഇല്ല. അപ്പൊ അതാണ് സാർ പറഞ്ഞത്, എല്ലാ എലിമെന്റ്സിനും, ബി എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലിമെന്റ്സിനും ഒരു പ്രീ ഇമേജ് എങ്കിലും വേണം. ഒന്നിൽ കൂടുതൽ പ്രീ ഇമേജ് ആയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, നമുക്ക് ഒരു പ്രീ ഇമേജ് എങ്കിലും വേണം. ആരും എന്ത് ചെയ്യരുത്? ഒറ്റയ്ക്ക് കടന്നു പോകരുത്, ഒറ്റയ്ക്ക് കിടക്കരുത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓൺ ടു ഫംഗ്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഈ 1 1 ആയിക്കോട്ടെ, ഓൺ ടു ഫംഗ്ഷൻ ആയിക്കോട്ടെ, ഇതെങ്ങനെയാണ് നമ്മൾ മാത്തമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൂവ് ചെയ്യുന്നത്. അതാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. അതാണ് എക്സാമിന് നമുക്ക് ചോദിക്കുന്ന കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. ഇത് നമുക്ക് വളരെ സിമ്പിൾ ആണ്. എറോ ഡയഗ്രാം തന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് ഈ എന്താ പറയാ എയും ബിയും സെറ്റ് തന്നിട്ട് നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടാണെങ്കിൽ മക്കളെ എറോ ഡയഗ്രാം നമുക്ക് എന്ത് ചെയ്യാം? വരച്ചുകൊണ്ട് അത് 1 1 ആണോ 1 2 ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. പക്ഷേ എല്ലാതും അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ കുറച്ച് നേരത്തെയാണ് അല്ലെ ജനറൽ മെത്തേഡ് നമ്മൾ പഠിച്ചത്. അതേപോലെ തന്നെയാണ് ഇവിടെ. നമുക്ക് എല്ലാതും എന്ത് ചെയ്യാൻ പറ്റില്ല? അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ചിലത് ജനറൽ മെത്തേഡിലാണ് നമ്മൾ തെളിയുന്നത്. ചിലതെന്ന് വെച്ചാൽ നമുക്ക് അവിടെ എഴുതാൻ പറ്റില്ല. ഫംഗ്ഷൻസ് അങ്ങനെ എഴുതി ഉണ്ടാക്കാൻ പറ്റില്ല. ഈ റിയൽ നമ്പേഴ്സിലൊക്കെ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് എഴുതാൻ പറ്റില്ല. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യും? ജനറൽ മെത്തേഡ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ട. അപ്പൊ 1 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജനറൽ മെത്തേഡ് ആണ് സാർ പറയുന്നത്. മാത്തമാറ്റിക്കലി 1 1 ആണ് തെളിയിക്കാൻ വേണ്ടിയിട്ട് മക്കൾ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. f of x1 is equal to f of x2 എന്ന് നമ്മൾ ആദ്യം വിചാരിക്കുക. അതായത് രണ്ട് എലമെന്റ്സിന്റെ ഇമേജസ് ഈക്വൽ ആണ് എന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ് ആണ് ഈ x1 ഉം x2 ഉം. അവരുടെ ഇമേജസ് ഈക്വൽ ആണെന്ന് വിചാരിക്കുക. അങ്ങനെ വിചാരിച്ച് നമ്മൾ ചെയ്തു പോകുമ്പോൾ നമുക്ക് x1 is equal to x2. അതായത് രണ്ടുപേരുടെ ഇമേജസ് അങ്ങനെ ഈക്വൽ ആവാൻ പാടുണ്ടോ? രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ആളുകളുടെ ഇമേജസ് ഈക്വൽ ആവാൻ പാടുണ്ടോ? ഈക്വൽ ആവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ 1 1 അല്ലല്ലോ. അപ്പോ നമ്മൾ എന്താണ്? ആ രണ്ടുപേര് എലമെന്റ്സും ഈക്വൽ ആണ് നമ്മൾ ലാസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം അത് 1 1 ആണെന്ന് പറയാം. ഇത് വ്യത്യസ്തമായി കിട്ടിയാലോ? ഇത് ഈക്വലും ഇത് വ്യത്യസ്തമായി കിട്ടിയത് 1 1 ഫംഗ്ഷൻ അല്ല. 1 1 ഫംഗ്ഷൻ ആക്കാൻ വേണ്ടി നമ്മൾ വിചാരിക്കുന്നതാണ് f of x1 f of x2 ഈക്വൽ ആണെന്നുള്ള കണ്ടീഷൻ എടുത്ത് നമ്മൾ ചെയ്തു പോകുമ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള എലമെന്റ്സേ ഇല്ല, രണ്ടുപേരും ഈക്വൽ ആണ് ട്ടോ. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത്. അപ്പൊ f of x1 is equal to f of x2 എടുത്താൽ ചെയ്ത് വരുമ്പോൾ നമുക്ക് x1 is equal to x2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? അത് 1 1 ഫംഗ്ഷൻ ആണെന്ന് പറയാം ട്ടോ. implies x1 is equal to x2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ f of x equal to f of y എന്ന് എടുക്കാം. നമുക്ക് കുറച്ചും കൂടിയും ഈ x1 x2 എന്നൊക്കെ ഇങ്ങനെ സഫിക്സിൽ പോയി എഴുതുന്നേക്കാളും നമുക്ക് f of x equal to f of y എന്ന് എടുത്തുകൊണ്ട് implies എന്താ x is equal to y എന്ന് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് എന്ത് പറയാം? 1 1. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മക്കൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പം ഇതാണ് 1 1 ആണ് തെളിയിക്കാൻ നമ്മൾ കൊണ്ടുവരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി ഓൺ ടു ആണ് തെളിയിക്കാൻ വേണ്ടി നമ്മൾ മാത്തമാറ്റിക്കലി കൊണ്ടുവരുന്ന എന്താ? സെക്കൻഡ് സെറ്റിലുള്ള എല്ലാ എലമെന്റ്സിനും ഒരു പ്രീ ഇമേജ് വേണമെന്നാണ് സാർ പറഞ്ഞത് അല്ലെ? അപ്പൊ സെക്കൻഡ് സെറ്റിലെ ഒരു എലമെന്റ് എടുത്തു നമ്മൾ y ആണെന്ന് വിചാരിക്കും. y ബിലോങ്സ് ടു സെക്കൻഡ് സെറ്റ് ബി. അങ്ങനെയാണെങ്കിൽ എന്താണ്? അണ്ടർ ദ കണ്ടീഷൻ f of x is equal to y. അതായത് ഈ f of x എന്ന് പറയുന്നത് എന്താ? എക്സില് ഫംഗ്ഷനിൽ എക്സിന്റെ വാല്യൂ കൊണ്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ്. അതാണ് ഇമേജ് ആക്ച്വലി. അപ്പൊ ഇമേജ് y എന്ന് പറയുന്നത് അല്ലെ? സെക്കൻഡ് സെറ്റിലാണ് ഇമേജസ് വരുന്നത്. അപ്പൊ f of x ഉം y ഉം എന്താ? ഈക്വൽ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഫ്രം ദാറ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റണം? ഒരു എക്സ് കണ്ടുപിടിക്കാൻ പറ്റണം. ആ എക്സ് എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവണോടാ? ഫസ്റ്റ് സെറ്റ് ആയിട്ടുള്ള എയിൽ ഉണ്ടാവണം. ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്കത് ഓൺ ടു ആണെന്ന് പറയാം. ഭയങ്കര സിമ്പിൾ ആണ് ആക്ച്വലി കേട്ടോ. ഓൺ ടു 1 1 ആണ് തെളിയിക്കുക എന്നുള്ളത്. അപ്പൊ ഓൺ ടു എന്താ? സെക്കൻഡ് സെറ്റിൽ നിന്ന് ഒരു എലമെന്റ് എടുക്കാം. Under the condition f of x equal to y, there exists and x belongs to a, then we can finally see the function is on to. Okay ആണല്ലോ. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. എങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ 1 1 ആണ് ഓൺ ടു ആണെന്ന് തെളിയിക്കാൻ വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ ഫസ്റ്റ് സാറ് ചെയ്യുന്നത്
നോക്കടാ ക്വസ്റ്റ്യൻ നോക്കിയേ. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഫ്രം നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ ഗിവൺ ബൈ f of x is equal to 2x is 1 1 but not on 2. അത് 1 1 ആണ്, പക്ഷേ എന്തല്ല ഓൺ ടു അല്ല എന്ന് നമുക്ക് തെളിയിക്കണം അല്ലെ. അപ്പൊ 1 1 ആണെന്ന് തെളിയിക്കാൻ സാർ പറഞ്ഞേ 1 1 ആണെന്ന് തെളിയിക്കാൻ നമ്മൾ എന്താ ചെയ്യാം, ഇത് കണ്ടീഷൻ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ മക്കൾക്ക് എഫ് ഓഫ് എക്സ് വൺ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് എടുത്താൽ എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു നമുക്ക് തെളിയിക്കാൻ പറ്റണം. നമുക്ക് നോക്കാം. എഫ് ഓഫ് എക്സ് വൺ സപ്പോസ് സാർ വിചാരിക്കാണ് എഫ് ഓഫ് എക്സ് വൺ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു, എഫ് ഓഫ് എക്സ് വൺ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു എന്ന് കിട്ടുമോ? നമുക്ക് നോക്കാം. ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ മക്കളെ? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x ആണ്. എന്താ എഫ് ഓഫ് എക്സ് വൺ എന്ന് പറയുമ്പോൾ എക്സിന്റെ സ്ഥാനത്ത് എക്സ് വൺ കൊടുക്കുമ്പോൾ സാറിന് എന്ത് കിട്ടും? 2x1 എന്ന് കിട്ടും. ഇസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ സാറിന് ഇവിടെ എഫ് ഓഫ് എക്സ് ടു എന്ന് പറയുമ്പോൾ എന്താ എക്സ് ടു, എക്സിന്റെ സ്ഥാനത്ത് എക്സ് ടു കൊടുക്കുമ്പോൾ 2x2 എന്ന് കിട്ടും. 2x1 ഇസ് ഈക്വൽ ടു 2x2. ഇവിടുത്തെ 2ഉം ഈ 2ഉം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പിൽ സാറിന് എന്ത് ചെയ്താം? x1 ഇസ് ഈക്വൽ ടു x2 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ നോക്കിയാൽ എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇംപ്ലൈസ് x1 ഇസ് ഈക്വൽ ടു x2 എന്ന് കിട്ടി. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അത് ഒരു 1 1 ഫംഗ്ഷൻ ആണ് എന്ന് പറയാം. ഓക്കെ അല്ലേ? യെസ്, ദെയർഫോർ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം എഫ് ഓഫ് ഫംഗ്ഷൻ ഈസ് 1 1. കഴിഞ്ഞു വരാം. 1 1 ആണ് തെളിയിക്കാൻ ഇത്രേ ഉള്ളൂ. ഇനി ഓൺ ടുന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ സെക്കൻഡ് സെറ്റിൽ നിന്ന് ഒരു എലമെന്റ് എടുക്കും. ലെറ്റ് y ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ. ഇവിടെ b എന്ന് പറയുന്നത് നമ്മൾ a ന്ന് b ലോട്ട് ആയതുകൊണ്ട് കേട്ടോ. നമ്മളെ കേസിൽ സെക്കൻഡ് സെറ്റ് ചെയ്താ നാച്ചുറൽ നമ്പർ. സോ y ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ. ഇനി എന്താണ്? അണ്ടർ ദിസ് കണ്ടീഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ. രണ്ടാമത്തെ കാര്യം മനസ്സിലാക്കുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ പ്രകാരം ഒരു എക്സ് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റണം. ഈ എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കും? 2x കൊടുക്കും. അപ്പൊ 2x ഇവിടെ സാറ് കൊടുത്താൽ 2x ഇസ് ഈക്വൽ ടു വൈ എന്ന് എഴുതാം. അതിൽ നിന്ന് എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് ഇസ് ഈക്വൽ ടു 2 ഇങ്ങോട്ട് എടുത്താൽ പോരെ, ഡിവൈഡഡ് ബൈ 2 കിട്ടൂലേ? അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് y ബൈ 2 എന്ന് കിട്ടി. ഇനി നമുക്ക് y എന്ന് പറയുന്നത് എന്താ? സെക്കൻഡ് സെറ്റ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പറിലെ എലമെന്റ് ആണ്. നാച്ചുറൽ നമ്പറിലെ ഏതൊരു വൈക്കും തിരിച്ച് ഒരു എക്സ് കിട്ടുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. ഈ എക്സ് എന്തായിരിക്കണം? നാച്ചുറൽ നമ്പറിലായിരിക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? വെറുതെ നോക്കണം. ഒരു നാച്ചുറൽ നമ്പർ ആയിട്ടുള്ള വൈ ഇട്ട് കൊടുക്കണം ഇവിടെ വൈയുടെ സ്ഥാനത്ത്. ഇപ്പൊ സാറിന് വേണമെങ്കിൽ ഒരു 1 ഇട്ട് കൊടുക്കാം. 1 ഇട്ട് കൊടുക്കുമ്പോൾ സാറിന് എക്സ് നാച്ചുറൽ നമ്പർ ആണോ കിട്ടുക? അല്ല. നമുക്ക് നോക്കിയാലോ, നോക്ക്. എക്സ് വൈയുടെ സ്ഥാനത്ത് സാറ് 1 ഇട്ട് കൊടുത്തു. അപ്പൊ എക്സ് എന്താ കിട്ടുന്നത്? 1/2. അതെന്തല്ല? അതൊരു നാച്ചുറൽ നമ്പറിലെ എലമെന്റ് അല്ല കേട്ടോ. എക്സിന്റെ സ്ഥാനത്ത് സാറ് 1/2 ഇട്ട് കൊടുത്തപ്പോ, സോറി വൈയുടെ സ്ഥാനത്ത് സാറ് 1 ഇട്ട് കൊടുത്തപ്പോ എക്സ് എന്താ കിട്ടിയേ? 1/2. അതെന്താ? അതൊരു നാച്ചുറൽ നമ്പർ അല്ല. സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അത് ഓൺ ടു അല്ല. അപ്പൊ സാറ് പറഞ്ഞു വന്നിട്ടുള്ളൂ ഏതൊരു നാച്ചുറൽ നമ്പറും വൈയുടെ സ്ഥാനത്ത് ഇട്ട് കൊടുത്താൽ എക്സും ഒരു നാച്ചുറൽ നമ്പർ ആണെന്ന് കിട്ടണം. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് ഓൺ ടു ആണെന്ന് പറയാം. പക്ഷെ കിട്ടില്ല. കുറെ ആളുകൾക്ക് ശരിക്കും പ്രീ ഇമേജ് ഇല്ലാതിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊരു ഓൺ ടു അല്ല ശരിക്കും കേട്ടോ. അതിനൊരു എക്സാമ്പിൾ ആണ് ഈ 1 ഒരു പ്രീ ഇമേജ് ഇല്ല. അങ്ങനെ കുറെ ആൾക്കാർക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ അതൊരു എക്സാമ്പിൾ കാണിക്കാം. അല്ലെങ്കിൽ ഇവിടെ മക്കൾക്ക് എഴുതാം നോട്ട് ബിലോങ്സ് ടു റിലേഷൻ എഴുതാം. ഇത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്താണ്? ഫംഗ്ഷൻ ഈസ് നോട്ട് ഓൺ ടു എന്നും നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. ഇനി ഇതേ മോഡലില് നമുക്ക് ഈ ഫംഗ്ഷൻ മാറിക്കൊണ്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. ഇപ്പൊ സാർ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണിക്കാൻ പോവാണ്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. അതായത് കൺസിഡർ ദ ഫംഗ്ഷൻ എന്താണ്? ഫ്രം റിയൽ നമ്പർ ടു റിയൽ നമ്പർ. ഇവിടെ എന്താ? നേരത്തെ നാച്ചുറൽ നമ്പറിൽ നിന്ന് നാച്ചുറൽ നമ്പർ ആണെങ്കിൽ ഇവിടെ എന്താ? റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്കാണ്. ചെക്ക് വെദർ എഫ് ഈസ് 1 1 ഓർ 2. ഈ ഒരു ഫംഗ്ഷൻ 1 1 ആണോ ഓൺ ടു ആണോ നമ്മൾ ചെക്ക് ചെയ്യാനാണ് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഫംഗ്ഷൻ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ സാർ എടുത്ത് എഴുതാണ്. അപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിൽ ആദ്യം ഇവിടെ നമ്മൾ എന്തെന്നാ ചെയ്യുന്നത്? ആ ഒരു 1 1 ആണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കണ്ടീഷൻ ആണ്. ആ ഒരു കണ്ടീഷൻ എന്താ? 1 1. സപ്പോസ് f of x1 is equal to f of x2, then implies x1 is equal to x2. അല്ലെങ്കിൽ എന്ന് പറയാം f of x equal to f of y implies എന്താ? x is equal to y. ഇതിൽ ഏതെങ്കിലും എടുത്താൽ മതി. ഇവിടെ x1 x2 വേണമെങ്കിൽ എടുക്കാം. അപ്പൊ എന്തായിരിക്കണം? x1 is equal to x2 എടുക്കണം. ഇനിയിപ്പോ സാർ എന്ത് ചെയ്യണം? x equal to y എന്ന് എടുക്കാൻ പോവാണ്. f of x equal to f of y എടുക്കാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ നോക്കാം x equal to y എന്ന് കിട്ടുമോ നമുക്ക് നോക്കാം. അപ്പൊ സപ്പോസ് f of x equal to f of y. അപ്പൊ നമുക്ക് ഇവിടെ f of x എന്ന് പറയുന്നത് എന്താ? f of x x സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ f of x ന്റെ സ്ഥാനത്ത് x സ്ക്വയർ എന്ന് കൊടുക്കാം. f of y എന്ന് പറയുന്നത് എന്താ? y സ്ക്വയർ. അപ്പൊ ഇവിടെ y സ്ക്വയർ എന്ന് കൊടുക്കാം. f of x equal to f of y എന്ന് പറയുമ്പോൾ x സ്ക്വയർ is equal to y സ്ക്വയർ. അടുത്ത സ്റ്റെപ്പിൽ സാറിന് എന്ത് ചെയ്യാം? ഈ y സ്ക്വയറിനെ സാർ ലെഫ്റ്റേക്ക് എടുക്കാണ്. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. നിങ്ങൾ ആലോചിക്കും ഇവിടെ നിന്ന് സ്ക്വയർ ഇങ്ങനെ ക്യാൻസൽ ചെയ്താൽ പോരെ? സ്ക്വയർ ക്യാൻസൽ ചെയ്ത് എക്സ് ഈക്വൽ ടു വൈ എഴുതി കൂടെ. അപ്പൊ നിങ്ങൾക്ക് എന്താ കിട്ടുക? 1 1 ആണെന്ന് കിട്ടും. മറ്റൊരു ഇത് ഫംഗ്ഷൻ എന്തല്ല? 1 1 അല്ല. അപ്പൊ അതിന്റെ അർത്ഥം ഇങ്ങനെ സ്ക്വയർ ഒന്നും അങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പാടില്ല. എന്താ? എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു വൈ സ്ക്വയർ ആവുമ്പോൾ എക്സ് ഈക്വൽ ടു വൈ ആവില്ലേ?
ആവും, ചില കേസിലാണ് ആവുക. അക്കോർഡിംഗ് ടു ഇവിടുത്തെ റിയൽ നമ്പർ ആയതുകൊണ്ട് ആവില്ല, നാച്ചുറൽ നമ്പർ ആണെങ്കിൽ അതായാനെ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ സാർ ചെയ്യുന്ന ഒരു മെത്തേഡ് നോക്കിയാൽ ഈ വൈ സ്ക്വയർ സാർ ലെഫ്റ്റ് എടുത്തപ്പോൾ എന്തായി, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഇപ്പൊ ഇത് ഏത് ഫോർമാറ്റ് ആയി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ? അപ്പൊ അതെന്താ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. സോ അത് പ്രകാരം എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എങ്ങനെ എഴുതാം, എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0 എന്ന സാറിന് കിട്ടാം. ഓക്കെ അല്ലേ? ഇനി ഈ എക്സ് പ്ലസ് വൈ ആണ് ഈക്വൽ ടു 0 എങ്കിൽ നമുക്ക് അതിൽ നിന്ന് കിട്ടും എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0 ആണ്, അല്ലെങ്കിൽ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0. ഇങ്ങനെ എഴുതുമ്പോ ഒന്നില്ലെങ്കിൽ എന്താ, ഇപ്പോ എ ഇൻറ്റു ബി ഈക്വൽ ടു 0 എന്ന് എഴുതി കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ എ 0 ആണോ അല്ലെ, എന്നാലല്ലേ ഇവർ തമ്മിൽ ഇൻറ്റു 0 ആവുള്ളൂ. ഓർ അല്ലെങ്കിൽ എന്തായിരിക്കണം, രണ്ടാമത്തെ ബി 0 ആയിരിക്കണം, എന്നാലല്ലേ ഇവർ തമ്മിൽ ഇൻറ്റു 0 ആവുള്ളൂ അല്ലെ. അതേ സംഭവമാണ് സാർ ഇവിടെ പറയുന്നത്. എക്സ് മൈനസ് വൈ അല്ല എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0 ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ എക്സ് പ്ലസ് വൈ 0 ആവാം, അല്ലെങ്കിൽ എക്സ് മൈനസ് വൈ 0 ആവാം. എക്സ് പ്ലസ് വൈ 0 ആയി കഴിഞ്ഞാൽ അതിന് എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്തോടാ, മൈനസ് വൈ കിട്ടും. ഇനി എക്സ് മൈനസ് വൈ ആണ് 0 എങ്കിൽ എക്സ് ഈക്വൽ ടു എന്താ, വൈ എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു വൈ കിട്ടും, ഇവിടെ ഈക്വൽ ടു ആണ്, എക്സ് ഈക്വൽ ടു വൈ കിട്ടും. അപ്പൊ ഇവിടെ മക്കളെ എന്താ സംഭവിച്ചിട്ടുള്ളേ, ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളേ, നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്ന് എടുത്താൽ നമുക്ക് എക്സ് ഈക്വൽ ടു വൈ എന്ന് മാത്രമേ കിട്ടാൻ പാടുള്ളൂ അല്ലെ. പക്ഷെ ഇവിടെ കിട്ടിയൊക്കെ നോക്കിയാ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്ന് എടുത്ത് നമ്മൾ ചെയ്തു വന്നപ്പോ എക്സ് ഈക്വൽ ടു വൈ എന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതേപോലെ വേറൊരു റിലേഷൻ കിട്ടിയേക്കാണ് എക്സ് ഈക്വൽ ടു മൈനസ് വൈ എന്ന്. അങ്ങനെ കിട്ടാൻ പാടുണ്ടോ, അങ്ങനെ കിട്ടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയാണ്, റിലേഷൻ ഈസ് ഫംഗ്ഷൻ ഈസ് നോട്ട് 1 1. ഈ ഒരു ഫംഗ്ഷൻ എന്തല്ല, 1 1 ഫംഗ്ഷൻ അല്ല. ഓക്കെ ആണല്ലോ. ഇനി ഇതേ ഫംഗ്ഷൻ ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യണോ അല്ലെ, നമുക്ക് നോക്കാം. ഓൺ ടു ആവാൻ വേണ്ടിയിട്ട് സാർ എന്ത് ചെയ്യാണ്, സെക്കൻഡ് സെറ്റിൽ നിന്ന് ഒരു എലമെന്റ് എടുക്കാണ്. ഈ സെക്കൻഡ് സെറ്റ് റിയൽ നമ്പർ ആണ് കേട്ടോ. അതിന് വൈ എന്ന് പറയുന്ന എലമെന്റ് ആണ് നമ്മൾ എടുക്കുന്നത് എപ്പോഴും. എന്താണ് അത് എഴുതാണ് സാറ്, വൈ ബിലോങ്സ് ടു റിയൽ നമ്പർ, ലെറ്റ് വൈ ബിലോങ്സ് ടു റിയൽ നമ്പർ. ഇനി അണ്ടർ ദ കണ്ടീഷൻ ഏതായിരുന്നു കണ്ടീഷൻ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ അല്ലേ കണ്ടീഷൻ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് ഇതാണ് സാറ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ പ്രകാരം ഈ എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് സാർ എന്ത് ചെയ്യുന്നു, എക്സ് സ്ക്വയർ കൊടുക്കാണ്. അപ്പൊ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തായി, വൈ എന്നായി. ഇതിൽ നിന്ന് നമുക്ക് എക്സ് കണ്ടെത്തിക്കൂടെ, എക്സ് എന്ന് പറയുന്നത് എന്താ, റൂട്ട് വൈ എന്ന് എഴുതാം അല്ലെ. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു വൈ ആണെങ്കിൽ എക്സ് എന്താ, റൂട്ട് വൈ നമുക്ക് എഴുതാം. അപ്പൊ എക്സ് ഈക്വൽ ടു സാർ എന്ത് എഴുതി, റൂട്ട് വൈ എന്ന് എഴുതി. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താ, നമ്മൾ എടുത്തേക്കുന്നത് എന്താ, റിയൽ നമ്പറിൽ നിന്നാണ് അല്ലെ. അപ്പൊ രണ്ടാമത്തെ സെറ്റ് ആയിട്ടുള്ള റിയൽ നമ്പറിലെ എല്ലാ വൈകൾക്കും തിരിച്ചെന്ത് വേണം, ഒരു എക്സ് വേണം. അതായത് ഏതൊരു റിയൽ നമ്പറും വൈയുടെ സ്ഥാനത്ത് ഇവിടെ ഇട്ട് കൊടുത്താൽ എക്സും എന്തായിരിക്കണം, ഒരു റിയൽ നമ്പർ ആയിരിക്കണം. എടാ റൂട്ടുള്ള സംഖ്യ വളരെ സിമ്പിൾ ആണ്. എക്സ് വൈ എന്ന് പറയുന്ന റിയൽ നമ്പർ ആണ്. ഏത് റിയൽ നമ്പർ ഈ വൈയുടെ സ്ഥാനത്ത് ഇട്ട് കൊടുത്താൽ മക്കളും ചിന്തിച്ച എക്സ് റിയൽ നമ്പർ ആവോ, ആവില്ല. അതിന് എക്സാമ്പിൾ റൂട്ടിന്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അതൊരു റിയൽ നമ്പർ അല്ല. സോ വൈ സാർ ഒരു നെഗറ്റീവ് വാല്യൂ ഇട്ട് കൊടുക്കാൻ പോവാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു -1 പിടിക്കാം. പുട്ട് y is equal to -1. അപ്പൊ x എന്താവും, x is equal to എന്താ, റൂട്ട് -1 അല്ലേ വരാ. റൂട്ട് -1 ഒരിക്കലും റിയൽ നമ്പർ അല്ലല്ലോ, നോട്ട് ബിലോങ്സ് ടു റിയൽ നമ്പേഴ്സ്. therefore സാർ എന്ത് പറയാം, ഫംഗ്ഷൻ ഈസ് നോട്ട് ഓൺ ടു. അങ്ങനെ കുറെ നെഗറ്റീവ് ആയിട്ടുള്ള വൈകൾക്കൊന്നും എന്തുണ്ടാവില്ല, തിരിച്ചൊരു പ്രീ ഇമേജ് ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഫംഗ്ഷൻ ഈസ് നോട്ട് ഓൺ ടു. ഫംഗ്ഷൻ എന്തല്ല, ഓൺ ടു അല്ല. അപ്പൊ ഈ രണ്ട് മോഡൽ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ റിയൽ നമ്പർ ടു റിയൽ നമ്പറിന് അവിടെ നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ ചോദിച്ചേക്കാം. നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ ഈ ഫംഗ്ഷൻ എന്താ, 1 1 ആണ്. ഓക്കെ, 1 1 ആയിട്ടാണ് കിട്ടുക കേട്ടോ. ഓക്കെ, യെസ്. എനിവേ ഓൺ ടു ആണെന്ന് കിട്ടില്ല, 1 1 ആണെന്ന് കിട്ടും കേട്ടോ. ഓക്കെ, എനിവേ ഇനി 1 1 ഉം ഓൺ ടു ആയിട്ടുള്ള ഫംഗ്ഷൻ രണ്ടും ആണെന്ന് വിചാരിക്കൂ. അത്തരം ഫംഗ്ഷൻ നമ്മൾ എന്ത് വിളിക്കും, നേരത്തെ നമുക്ക് റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ഇത് മൂന്നും ആണെങ്കിൽ അത്തരം ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇക്വിവാലൻസ് റിലേഷൻ അല്ലെ. ഇവിടെ നമുക്കൊരു ഫംഗ്ഷൻ നമ്മുടെ ഇതുമാണ് 1 1 ആണ്, ഓൺ ടു ആണ്. ഇത് രണ്ടുമായെങ്കിൽ അത്തരം ഫംഗ്ഷൻ നമ്മൾ വേറൊരു പേര് വിളിക്കും. ഓക്കെ, അവിടെ റിലേഷന്റെ കേസിലാണെങ്കിൽ ഇക്വിവാലൻസ് റിലേഷൻ, ഫംഗ്ഷന്റെ കേസിൽ 1 1 ഉം ഓൺ ടു ആണെങ്കിൽ അത്തരം ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് മക്കളെ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ബൈജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് പറയാണ്, ഷോ ദാറ്റ് ദിസ് ഫംഗ്ഷൻ ഈസ് ബൈജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടേ, അത് 1 1 ആണെന്ന് തെളിയിക്കണം, അതുപോലെ ഓൺ ടു ആണെന്ന് തെളിയിക്കണം. ഓക്കെ അല്ലെ. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാറുള്ള ഒരു മോഡലാണ്. അതൊന്ന് ശ്രദ്ധിക്കുക മക്കള്. അതായത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സാർ പറയുന്ന നോക്കിയടാ, അതായത് ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഫ്രം റിയൽ നമ്പർ ടു റിയൽ നമ്പർ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3 - 4x ഈസ് ബൈജക്റ്റീവ്. അതായത് ഈ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് സാറിന് തെളിയിക്കണം, ബൈജക്റ്റീവ് ആണെന്ന് തെളിയിക്കണം. അപ്പൊ സാർ എന്ത് ചെയ്യുന്നു, ആദ്യം 1 1 ആണെന്ന് തെളിയിക്കണ്ടേ. 1 1 ആണെന്ന് തെളിയിക്കാൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ എടുത്തിട്ട് എനിക്ക് എന്ത് കിട്ടണം, എക്സ് ഈക്വൽ ടു വൈ കിട്ടണം അല്ലെ. അപ്പൊ നോക്കാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ. സപ്പോസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ചെയ്ത് വരുമ്പോൾ എക്സ് ഈക്വൽ ടു വൈ കിട്ടോ നോക്കാം. അപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്താ,
ഇവിടെ 3 മൈനസ് 4x എന്ന് വരും ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്ന് പറയുമ്പോൾ എന്താ എക്സിന്റെ സ്ഥാനത്ത് വൈ കൊടുക്കുക. അപ്പൊ 3 മൈനസ് 4y എന്ന് വരും. അപ്പൊ ഇതിൽ 3യും 3യും നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പിൽ എന്താവുന്നത് മൈനസ് 4x ഈക്വൽ ടു മൈനസ് 4y. ഈ മൈനസ് 4 ക്യാൻസൽ ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പിൽ എന്താവും x ഈസ് ഈക്വൽ ടു y. യെസ് കിട്ടി അല്ലെ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്ന് എടുത്തപ്പോൾ സാറിന് x ഈക്വൽ ടു y എന്ന് കിട്ടിയാൽ നമുക്ക് ആ ഫംഗ്ഷൻ 1 1 ആണെന്ന് പറഞ്ഞൂടെ. യെസ് therefore ഫംഗ്ഷൻ ഈസ് 1 1. ഇനി ഓൺ ടു ആണോ, ഓൺ ടു ആവണം. ഓൺ ടു ആണെന്നുള്ളത് നമ്മൾ എങ്ങനെ തെളിയിക്കാം? സെക്കൻഡ് സെറ്റിൽ നിന്ന് ഒരു എലമെന്റ് എടുക്കും അല്ലെ. ലെറ്റ് y ബിലോങ്സ് ടു b. ഇവിടെ b സെക്കൻഡ് സെറ്റ് എന്താ? നമ്മുടെ സെക്കൻഡ് സെറ്റ് ഏതാ? ക്വസ്റ്റ്യനിൽ റിയൽ നമ്പർ ആണ്. ലെറ്റ് y ബിലോങ്സ് ടു റിയൽ നമ്പർ. അണ്ടർ ദിസ് കണ്ടീഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ. നേരെ അവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എഴുതാ. ഇനി എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ 3 മൈനസ് 4x എന്ന് കൊടുക്കും. അപ്പൊ 3 മൈനസ് 4x ഇസ് ഈക്വൽ ടു വൈ. അതിൽ നിന്ന് എക്സ് കണ്ടെത്തും. എന്താ ബുദ്ധിമുട്ട്? മൈനസ് 4x അവിടെ വെച്ചു. ഈ 3നെ റൈറ്റിലേക്ക് എടുക്കും. എന്താ മക്കളെ? y മൈനസ് 3 എന്നാവും. മൈനസ് 4x ഈക്വൽ ടു y മൈനസ് 3. ഇനി ഇതിൽ നിന്ന് എക്സ് എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ y മൈനസ് 3 ഉണ്ട്, ഇവിടെ മൈനസ് 4 ഇൻറ്റു ചെയ്തെടുക്കുന്ന ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. അപ്പൊ എക്സ് ഈക്വൽ ടു y മൈനസ് 3 ബൈ മൈനസ് 4. ഇത് നേരെ സാറിന് എഴുതാം ബിലോങ്സ് ടു റിയൽ നമ്പർ. ഇതെങ്ങനെ സാർ നേരെ എഴുതി? കാരണം y എന്ന് പറയുന്ന ഒരു റിയൽ നമ്പർ നമ്മൾ ഇവിടെ കൊടുക്കാണ്. ഇവിടെ വൈയുടെ സ്ഥാനത്ത് ഏത് റിയൽ നമ്പർ മക്കൾ കൊടുത്തോ, റിയൽ നമ്പർ മൈനസ് റിയൽ നമ്പർ ഒരു റിയൽ നമ്പർ ആയിരിക്കും, റിയൽ നമ്പർ പ്ലസ് റിയൽ നമ്പർ ഒരു റിയൽ നമ്പർ ആയിരിക്കും, റിയൽ നമ്പർ ഇൻടു ഒരു റിയൽ നമ്പർ ഒരു റിയൽ നമ്പർ ആയിരിക്കും, റിയൽ നമ്പർ ബൈ റിയൽ നമ്പർ എന്തായിരിക്കും? ഒരു റിയൽ നമ്പർ ആയിരിക്കും. അതിനൊരു തർക്കമില്ല. അപ്പൊ ഇവിടെ വൈയുടെ സ്ഥാനത്ത് സാർ ഒരു റിയൽ നമ്പർ കൊടുത്തു. അപ്പൊ ഈ റിയൽ നമ്പർ ഒരു 3 ഒരു റിയൽ നമ്പർ ആണ്. അപ്പൊ ഈ റിയൽ നമ്പർ കുറയ്ക്കുമ്പോൾ എന്തായിരിക്കും? അതൊരു റിയൽ നമ്പർ ആയിരിക്കും. ബേസിക്കലി മുകളിൽ അപ്പോൾ ഒരു റിയൽ നമ്പർ കിട്ടി സാറിന്. അടിയിൽ മൈനസ് 4 അതൊരു റിയൽ നമ്പർ ആണ്. റിയൽ നമ്പർ ബൈ റിയൽ നമ്പർ എന്താ? ഒരു റിയൽ നമ്പർ ആണ്. അപ്പൊ അത് പ്രകാരം നമുക്ക് വേഗം എഴുതാം. അതായത് അതെന്താണ്? അപ്പൊ നിങ്ങൾ എന്താ മനസ്സിൽ വരേണ്ടത് മക്കളെ? ഈ റൂട്ട് ഒക്കെ വരുന്ന ഫംഗ്ഷൻസ് ആണ് നമുക്ക് ഒറ്റയടിക്ക് അത് റിയൽ നമ്പർ ആയിരിക്കത്തില്ല. കാരണം റിയൽ നമ്പറിലൊക്കെ ഡിഫൈൻ ചെയ്യുമ്പോൾ, നാച്ചുറൽ നമ്പറിലൊക്കെ ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വരുമ്പോൾ അതൊരിക്കലും എന്താവില്ല, കോംപ്ലക്സ് നമ്പേഴ്സിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ എന്താവില്ല, ഓൺ ടു ഫംഗ്ഷൻസ് ആവില്ല. എല്ലാത്ത കേസിൽ കണ്ടോ ഫ്രാക്ഷൻ വന്നോളൊന്നും ഒരു പ്രശ്നമല്ല. ഇതെന്താണ്? ഇതൊരു ഓൺ ടു ഫംഗ്ഷൻ ആണ് കേട്ടോ. നമുക്കിവിടെ റിയൽ നമ്പർ ബൈ റിയൽ നമ്പർ ഒരു റിയൽ നമ്പർ തന്നെ ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഏതൊരു വൈക്കും തിരിച്ചൊരു എക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. സെക്കൻഡ് സെറ്റിലെ എല്ലാ എലമെന്റ്സിനും തിരിച്ചൊരു പ്രീമേജ് ഉണ്ട് എന്നുള്ളൊരു തിയറിറ്റിക്കൽ പ്രൂഫാണ് നമ്മൾ അവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ. therefore f is mathematically നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചേക്കാനാണ് യൂസിങ് ദ കണ്ടീഷൻസ്. അപ്പൊ therefore f is on to എന്ന് സാറിന് കൺക്ലൂഡ് ചെയ്യാം. ഫംഗ്ഷൻ 1 1 ഉം on 2 ആയതുകൊണ്ട് സാറിന് എന്ത് പറയാം? അതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയാം. സിൻസ് the function is 1 1 and on 2 it is a bijective function. യെസ് മക്കളെ, അപ്പൊ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ സാറിന് പറഞ്ഞു തരാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മക്കൾ നന്നായിട്ട് പഠിച്ചിട്ട് വേണം എക്സാമിന് പോവാൻ. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം.